സഹകരണ മേഖലയോടുള്ള ദ്രോഹം. സഹകരണ ബാങ്കുകൾക്ക് താഴിടാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹം അനിശ്ചിതത്വത്തിലാക്കുന്നു. കൊല്ലം അച്ചൻകോവിൽ സ്വദേശി ആതിരയുടെ വിവാഹം നടക്കണമെങ്കിൽ സഹകരണ ബാങ്കിലെ 2 ലക്ഷം രൂപയുടെ നിക്ഷേപം പിൻവലിക്കാനാകണം. എന്നാൽ റിസർവ് ബാങ്കിന്റെ ഉത്തരവ് മൂലം നിക്ഷേപം പിൻവലിക്കാനാകുന്നില്ല. അച്ചൻകോവിൽ സ്വദേശികളായ ശശിധരൻ നായർ സുജാത ദമ്പതികളുടെ മകൾ ആതിരയുടെ വിവാഹം അടുത്ത മാസം 4-നാണ് നിശ്ചയിച്ചിരുന്നത്. വിവാഹ ചെലവിനായി ആകെയുള്ള 25 സെന്റ് സ്ഥലം സുജാത ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് പണയപ്പെടുത്തി. പണം കയ്യിലിരുന്നാൽ ചെലവായി പോകുമെന്ന് ഭയന്ന് വായ്പയായി ലഭിച്ച തുക സഹകരണ ബാങ്കിൽ തന്നെ നിക്ഷേപിക്കുകയും ചെയ്തു. മോഡി സർക്കാരിന്റെ 8-ാം തീയതിയിലെ 8ന്റെ പണിയായി നോട്ട് നിരോധനവും സഹകരണ ബാങ്കുകളുടെ പണമിടപാട് തടഞ്ഞുകൊണ്ടുള്ള റിസർവ് ബാങ്ക് ഉത്തരവും ഓട്ടോ തൊഴിലാളിയായ ശശിധരൻ നായരെയും കുടുംബത്തെയും ആത്മഹത്യയുടെ വക്കിൽ എത്തിച്ചു. വിവാഹ ചെലവിനുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണിവർ. പെട്ടെന്നാണ് ഒരു രാത്രിയിൽ അറിയുന്നു, പഴയ നോട്ടുകളെല്ലാം നിരോധിക്കുകയോ ചെയ്യുകയോ ചെയ്തു. അങ്ങനെ ഇപ്പോൾ സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരു ട്രാൻസാക്ഷനും അവർ നടത്തുന്നില്ലെന്ന് പറയുകയും ഇപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം ഡിസംബർ 4-ാം തീയതിയാണ്. അത് നടത്താൻ എന്നെക്കൊണ്ട് യാതൊരു നിവൃത്തിയുമില്ല. എനിക്ക് ഈ പൈസ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളെ വസ്തു കൊണ്ട് പണയം വെച്ചുള്ള പൈസ അല്ലായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു കുറച്ചുകൂടി കഴിഞ്ഞ് തന്നാൽ മതിയില്ല, നമ്മളിത് തീർന്നു പോകുമല്ലോ. തീർന്നു പോലോ, നമ്മൾ സമയമാകുമ്പോൾ എടുത്താൽ മതില്ലോ എന്ന് പറഞ്ഞു. അപ്പത്തേന്ന് പൈസയ്ക്ക് എന്നാ പറഞ്ഞ ഓർഡറായി, പഴയ പൈസ കൊടുക്കാൻ പറ്റത്തില്ല. അവർ ഇന്നാളെ വരാൻ തരാന്നാ പറഞ്ഞിരുന്നത്. ഇപ്പം ചെന്ന് ചോദിച്ചപ്പം തരുന്നില്ലെന്ന് പറയുന്നു. ജീവിതത്തിൽ ഇതുവരെ കള്ളനോട്ട് നേരിൽ കണ്ടിട്ടില്ലാത്ത തങ്ങളെയാണോ മോഡി സർക്കാർ കള്ളപ്പണക്കാരാക്കിയതെന്ന് സുജാത ചോദിച്ചു. കൊല്ലം അച്ചൻകോവിലിലെ ശശിധരൻ നായർ സുജാത ദമ്പതികളെപ്പോലെ നിരവധി പേർ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. ഇവരുടെ ചോദ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മറുപടി പറഞ്ഞേ തീരൂ. ആതിരയുടെ ജീവിതം ഇനി ചോദ്യചിഹ്നവുമാവുകയാണ്. കൊല്ലം അച്ചൻകോവിലിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. നോട്ടുകൾ അസാധുവാക്കിയതോടെ ഏറെ പ്രതിസന്ധിയിലായത് ബാങ്കിന്റെ സഹായികളായി പ്രവർത്തിച്ചിരുന്നവരാണ്. ഇവർ മുഖേന സാധാരണക്കാരായ ഗ്രാമീണരെ ബാങ്കുകളുമായി ബന്ധിപ്പിച്ചിരുന്നത്. നോട്ടുകൾ അസാധുവാക്കിയതോടെ ഇവർക്ക് വീട്ടിൽ കയറാൻ കഴിയാത്ത അവസ്ഥ. ഗ്രാമീണ മേഖലയിലുള്ള സാധാരണക്കാരായ ജനങ്ങളെ ബാങ്കുകളുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബാങ്ക് മിത്ര എന്ന പദ്ധതി കൊണ്ടുവന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് സീറോ ബാലൻസിൽ അക്കൗണ്ട് നേടുന്നതിന് വേണ്ടി വിരലടയാളവും മേൽവിലാസവും മാത്രം ഉപയോഗിച്ചാണ് ഇത്തരം അക്കൗണ്ടുകൾ ആരംഭിക്കുന്നത്. ഇതിനുവേണ്ടി ബാങ്കുകളെ സഹായിക്കുന്നത് ബിസിനസ് കറസ്പോണ്ടന്റ് എന്ന പേരിൽ ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട്. ഈ ജീവനക്കാർ വഴി ബാങ്കുകൾ ശേഖരിച്ച നിക്ഷേപവും ഇപ്പോൾ തിരിച്ചു നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇതുമൂലം ബാങ്കിന്റെ ഏജന്റുമാരായി പ്രവർത്തിച്ചിരുന്നവർക്ക് ഇപ്പോൾ നാട്ടിലിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. അവർ 2-3 തവണയായിട്ട് എൻ്റെ കടയിൽ വരികയും ഞാൻ മറ്റൊരു ചെറിയ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് എൻ്റെ കടയിൽ വരികയും ഒച്ചയിടുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്നെ ഇപ്പോൾ ഫോണിൽ അവർ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയ ബാങ്കുകളുടെ ഏജൻസികളാണ് ഇവർ പ്രവർത്തിച്ചു വന്നത്. ഇവരെ ബാങ്കുകൾ നേരിട്ട് നിയമിക്കാതെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾ വഴിയാണ് നിയമിച്ചിരുന്നത്. ഇതുമൂലം ഇവരുടെ പ്രതിഫലത്തിൻ്റെ ഭൂരിഭാഗവും ഇത്തരം കമ്പനികൾ ചൂഷണം ചെയ്യുന്നതായും പരാതിയുണ്ട്. ഞങ്ങൾ ചെയ്യുന്നതിന് കമ്മീഷൻ പറഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ 70% ഞങ്ങളെ നിയമിച്ചിരിക്കുന്ന കോർപ്പറേറ്റുകളാണ് കൊണ്ടുപോകുന്നത്. 500,000 നോട്ടുകൾ പിൻവലിച്ചതോടെ ഏറെ ദുരിതത്തിലായത് ഇത്തരത്തിലുള്ള ബാങ്കുകളുടെ ഏജൻസികളാണ്. കേരളത്തിൽ മാത്രം 2000-ലധികം ഏജൻസികളാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇവരുടെ പ്രവർത്തന ഫലമായി ഓരോ ബാങ്കിലും കോടികളുടെ നിക്ഷേപമാണ് ലഭ്യമായിരിക്കുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. 50 ദിവസത്തിനകം പുതിയ നോട്ടുകൾ എത്തുമെന്ന സർക്കാർ അവകാശവാദം തെറ്റെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അസാധുവായ പഴയ നോട്ടുകൾക്ക് പകരം പുതിയ നോട്ടുകൾ അച്ചടിക്കാൻ 6 മാസം കൂടിയെടുക്കും. പുതിയ നോട്ടുകൾ പ്രചരണത്തിൽ എത്തണമെങ്കിൽ ഏപ്രിൽ അവസാനം വരെ കാത്തിരിക്കേണ്ടിയും വരും. നിലവിലെ നോട്ട് പ്രതിസന്ധി പരിഹരിക്കാൻ 50 ദിവസത്തെ സമയമാണ് പ്രധാനമന്ത്രി രാജ്യത്തോട് ആവശ്യപ്പെട്ടത്. എന്നാൽ അസാധുവായ 500-1000 രൂപ നോട്ടുകളുടെ തുല്യമൂല്യത്തിൽ പുതിയ നോട്ടുകളുടെ അച്ചടി പൂർത്തിയാവാൻ 6 മാസം കൂടി കുറഞ്ഞതു വേണം. നോട്ടടിക്കുന്ന പ്രസ്സുകളുടെ ഉൽപാദനശേഷി കൂടി വിലയിരുത്തുമ്പോഴാണ് ഇക്കാര്യം വ്യക്തമാകുക. പശ്ചിമ ബംഗാളിലെ സൽബോനി, കർണാടകയിലെ മൈസൂരു എന്നിവിടങ്ങളിലാണ് 2000 രൂപ നോട്ടുകൾ അച്ചടിക്കുന്നത്. പുതിയ 500 രൂപ നോട്ടുകൾ അച്ചടിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക്, മധ്യപ്രദേശിലെ ദേവാസ് എന്നിവിടങ്ങളിലും. ഈ പ്രസ്സുകളുടെ പരമാവധി ഉൽപാദന പരിധിയിൽ പ്രവർത്തനം നടത്തിയാലും ഒരു വർഷം 4000 കോടി നോട്ടുകളെ അച്ചടിക്കാനാകൂ. 500-1000 രൂപ നോട്ടുകൾ അസാധുവാക്കപ്പെടുന്നതിന് മുമ്പ് പ്രചാരണത്തിലുണ്ടായിരുന്ന ആകെ നോട്ടുകളുടെ മൂല്യം 17.54 ലക്ഷം കോടി രൂപയാണ്. ഇതിൽ 45% 500 രൂപ നോട്ടുകളും 39% 1000 രൂപ നോട്ടുകളുമാണ്.
1000 രൂപയ്ക്ക് പകരം 2000 രൂപ വന്നതിനാൽ അത്രയും മൂല്യമുള്ള പകുതി, അതായത് 34 ലക്ഷം നോട്ടുകൾ അച്ചടിച്ചാൽ മതി. സെപ്റ്റംബർ മുതൽ പുതിയ നോട്ടുകളുടെ അച്ചടി തുടങ്ങിയെന്നാണ് സർക്കാർ അവകാശപ്പെട്ടത്. എങ്കിൽ പോലും ആവശ്യമായവ ഉൽപ്പാദിപ്പിക്കാൻ 6 മാസം കൂടി എടുക്കും. പിന്നീട് റിസർവ് ബാങ്ക് ശാഖകളിലേക്കും തുടർന്ന് പ്രധാന ബാങ്ക് കേന്ദ്രങ്ങളിലും ATMകളിലേക്കും എത്താൻ സമയം വീണ്ടും എടുക്കും. അതായത് പുതിയ നോട്ടുകൾ പ്രചാരണത്തിലെത്തണമെങ്കിൽ ഏപ്രിൽ അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും. ഡിസംബർ 31-നകം പ്രതിസന്ധി പരിഹരിക്കപ്പെടുമെന്നായിരുന്നു സർക്കാർ അവകാശവാദം. എന്നാൽ കൃത്യമായ ആസൂത്രണമില്ലാതെ നടപ്പാക്കിയ പദ്ധതിയുടെ ദൂഷ്യഫലം 6 മാസം കൂടി ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. സഹകരണ മേഖലയിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള സംയുക്ത സമരത്തിൽ നിന്നും കോൺഗ്രസ് പിന്മാറി. ഇതിന്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജീവൻ കുമാർ ചേരുന്നു. ജീവൻ, എന്തൊക്കെയാണ് ഈ പിന്മാറ്റത്തിന് പിന്നിൽ? മറ്റു വിശദാംശങ്ങളിലേക്ക് പോയാൽ. അജിംഷാദ്, നേരത്തെ തന്നെ ഈ കാര്യത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്ന ഒരു പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു സംയുക്ത സമരം എന്നത്. പ്രതിപക്ഷ നേതാക്കളുടെ സംഘം മുഖ്യമന്ത്രിയെ സന്ദർശിച്ചപ്പോഴും ഈ കാര്യത്തിൽ യോജിച്ച പ്രക്ഷോഭം വേണമെന്ന പൊതു നിലപാടാണ് പൊതുവിൽ ഉണ്ടായിരുന്നത്. എന്നാൽ സംയുക്ത സമരത്തിൽ നിന്നും ഏകപക്ഷീയമായി ഇപ്പോൾ കോൺഗ്രസ് പിന്മാറിയിരിക്കുന്നു. ഇത് CPM-ന്റെ നീക്കം ബാങ്കിലെ വിവിധ ഭരണസമിതികളെ തകർക്കാനാണ് CPM-ന്റെ നീക്കം. ഒപ്പം MP-മാരെ കൂടെ കൂട്ടിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം ദില്ലിക്ക് പോകണം എന്ന ഒരു ആവശ്യവും VM സുധീരൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. BJP-യുടെ ശൈലിയിൽ CPM ഒരിക്കലും പെരുമാറാൻ പാടില്ല എന്ന ഒരു നിലപാടും ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അജിംഷാദ്, അതായത് ഒന്നിച്ചുള്ള നീക്കം, കേരളത്തിന്റെ മുഴുവൻ ശബ്ദവും കേൾക്കണം. 21-ാം തീയതിയിലുള്ള മന്ത്രിസഭാ യോഗത്തിന് ശേഷവും ഇത്തരത്തിൽ യോഗം ഒന്നിച്ച് നടത്താനിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് കൂടി അത് ശരിവെച്ചതാണ്. ഇന്നെന്ത് മാറ്റമാണ് ഉണ്ടായത്? ഇന്നിപ്പോൾ ഇത്തരത്തിൽ പിന്മാറിയ വിവരം സുധീരനാണോ അറിയിച്ചത്? അതിന്റെ കൂടി വിശദാംശങ്ങളിലേക്ക് പോയാൽ. VM സുധീരൻ തന്നെയാണ് അജിംഷാദ് ഇക്കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സംയുക്ത സമര നീക്കത്തിൽ നിന്നും ഏകപക്ഷീയമായി കോൺഗ്രസ് പിന്നോട്ട് പോകാനുള്ള സാഹചര്യം എന്തെന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. അത് അടുത്ത ബുള്ളറ്റിനുകളിൽ തന്നെ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അജിംഷാദ്, പക്ഷേ വളരെ ഗൗരവമായ സാഹചര്യം ഉണ്ട് ഇതിന്റെ പിന്നിൽ. പ്രത്യേകിച്ച് അതുകൊണ്ട് ഈ വാർത്ത നമുക്ക് ഇങ്ങനെ ഇതേ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് ജീവൻ. അതായത് ഇത്തരത്തിൽ സംയുക്തമായൊരു നീക്കം ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമാണ്, അല്ലെങ്കിൽ അപൂർവമാണ് എന്ന് തന്നെ പറയാം. ഇന്നലെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ RBIയുടെ മേഖലാ ഓഫീസിന് മുന്നിൽ ഇരിക്കുന്ന ഘട്ടത്തിലൊക്കെയും ഇത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്വീകരണമുണ്ടായി. അല്ലെങ്കിൽ അവർ നേരിട്ടെത്തിയില്ലെങ്കിൽ പോലും അത്തരം സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി പരസ്യ പ്രതികരണം വരെ ഉണ്ടായി. പിന്നീട് വെറും 12 or 20 മണിക്കൂറുകൾ കൊണ്ട് എന്ത് മാറ്റമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ഒരുപക്ഷെ സജീവമായി കേരളത്തിൽ ചർച്ചയാകില്ലേ? ഈ വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കപ്പെടുന്നത് എന്തുതരം കാര്യങ്ങളാണ്? ഇതൊക്കെ ജീവൻ, സംയുക്ത സമരം എന്നാൽ സമാനമായ സമരമാണ് കോൺഗ്രസ് സംഘടിപ്പിക്കാനിരിക്കുന്നത്. അതിന് സംയുക്ത സമരം എന്ന അർത്ഥമില്ല എന്നാണ് VM സുധീരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സംയുക്ത സമരം എന്ന നീക്കത്തിൽ നിന്ന് കോൺഗ്രസ് ഏകപക്ഷീയമായി പിന്മാറാനുള്ള സാഹചര്യം എന്താണ് എന്ന് ഇപ്പോൾ വ്യക്തമല്ല. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം ദില്ലിക്ക് പോകണം, MP-മാരെ കൂടെ കൂട്ടണം എന്നതടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ VM സുധീരൻ പറഞ്ഞിരിക്കുന്നത്. അജിംഷാദ്, ശരി ജീവൻ. വലിയ പ്രത്യാഘാതങ്ങൾ പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് ഉണ്ടാകാൻ ഇടയുള്ള വിവരങ്ങളൊക്കെയാണ് ഏറ്റവും പുതിയതായി പുറത്തെത്തുന്നത്. കാരണം സഹകരണ മേഖലയിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള യോജിച്ചുള്ള മുമ്പോട്ട് പോക്ക് ഒരുപക്ഷെ BJP അടക്കമുള്ള കേന്ദ്രങ്ങളെ വലിയ അസ്വസ്ഥതകളിലേക്കാണ് തള്ളിവിട്ടിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഏകപക്ഷീയമായി ഇതിൽ നിന്ന് പിന്മാറുന്നത്. കഴിഞ്ഞ ദിവസം വരെയും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ നടന്ന സമരങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൽ അടക്കം നോക്കിയാൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് സഹകരണ മേഖലയിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് യോജിച്ച് നീങ്ങാമെന്ന സന്ദേശമായിരുന്നു പരസ്യമായും ഒക്കെ ഉണ്ടായത്. ഈ ഘട്ടത്തിനാണ് മാറ്റമുണ്ടായിരിക്കുന്നത്. സംയുക്ത സമരം എന്നതിൽ നിന്ന് കോൺഗ്രസ് ഏകപക്ഷീയമായി പിന്മാറിയിരിക്കുന്നു. സുധീരന്റെ വാക്കുകളെ ഉദ്ധരിച്ചുള്ള വിവരങ്ങൾ കൂടിയാണ് ജീവൻ കുമാർ ഞങ്ങളുടെ പ്രതിനിധി. സഹകരണ മേഖലയിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട സംയുക്ത സമരത്തിൽ നിന്നും കോൺഗ്രസ് ഏകപക്ഷീയമായി പിന്മാറിയെന്ന വാർത്തയിലേക്ക് തന്നെ ഒരുപക്ഷെ ഇന്നലെ വരെ വലിയ രീതിയിൽ ഈ സമരങ്ങളുമായി സഹകരിക്കാമെന്നും യോജിച്ചുള്ള പോക്കാണ് ആവശ്യമെന്നും കേരളത്തിൻ്റെ പൊതു താല്പര്യം മുൻനിർത്തിയുള്ള
ഇപ്പോൾ നമ്മോടൊപ്പം MM ഹസൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടി ചേരുന്നു. ശ്രീ MM ഹസൻ, സംയുക്തമായ സമരമാണ് സഹകരണ മേഖലയിലെ പ്രതിസന്ധിക്കെതിരെ നടത്തിയത് എന്നാണ് ഇന്നലെ വരെ കേട്ടിരുന്നത്. ഇന്ന് കോൺഗ്രസ് അതിൽ നിന്ന് പിന്മാറി. അങ്ങനെ കേട്ടിരുന്നത് ശരിയല്ല. കാരണം ഞങ്ങള് മുഖ്യമന്ത്രിയെ കണ്ട് UDF നേതാക്കൾ അറിയിച്ചത് സഹകരണ ബാങ്കുകളുടെ ഈ അവകാശം പുനഃസ്ഥാപിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും അതിന് ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ നടപടികൾക്കും ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് ഇന്നലെ റിസർവ് ബാങ്കിന്റെ മുമ്പിൽ നടത്തിയ, അതിപ്പോ പ്രതിപക്ഷം അങ്ങനെ പറഞ്ഞുവെങ്കിൽ പ്രതിപക്ഷവുമായിട്ട് ആലോചിച്ചല്ലോ, പിന്നെ അതിനുള്ള തെളിവാണ് LDF-ന്റെ നേതാക്കന്മാര്, ഗവൺമെന്റിലെ മന്ത്രിമാരെല്ലാം ഒരു സമരം നടത്തിയത് എന്തുകൊണ്ടാണ്? അവരെ രാഷ്ട്രീയമായിട്ട് അവരെടുത്ത തീരുമാനമാണ്. ഞങ്ങള് ഈ നടപടികൾക്ക് പിന്തുണയെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ, യോജിപ്പേ പറഞ്ഞിട്ടുള്ളൂ. സംയുക്തമായ ഒരു സമരം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ തീരുമാനിക്കാത്ത കാര്യം മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ ഈ സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കങ്ങളെ ചെറുക്കാൻ ഗവൺമെന്റും LDF ഗവൺമെന്റും CPM-ഉം നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ട്. ആ സന്ദർഭത്തിലാണ് കേന്ദ്രത്തിലെ ധനകാര്യമന്ത്രി MP-മാർ ഇന്നലെ നമ്മുടെ എല്ലാ MP-മാരും പോയി കണ്ടപ്പോൾ അദ്ദേഹം എടുത്തു കാണിച്ചത് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും MP-യുമായ ശ്രീ മുഹമ്മദ് സലീം എഴുതി കൊടുത്ത കത്താണ്. ബംഗാളിലെ സഹകരണ ബാങ്കുകളെല്ലാം കള്ളപ്പണത്തിന്റെ സൃഷ്ടിക്കാരാണ്, അതുകൊണ്ട് സഹകരണ ബാങ്കുകൾക്ക് ഈ അനുവാദം കൊടുക്കരുത്. കേന്ദ്രമന്ത്രി ജെയ്റ്റ്ലി പറഞ്ഞത് ഈ മുഹമ്മദ് സലീമിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത് പുനരാലോചിക്കാത്തതെന്നാണ്. അപ്പൊ ഇതിനകത്ത് വാസ്തവത്തിൽ CPM എടുത്തിരിക്കുന്ന നിലപാട്, കേരളത്തിൽ LDF എടുത്തിരിക്കുന്ന നിലപാടിന് ഘടകവിരുദ്ധമായ ഒരു നിലപാട്. ഇവിടെ LDF-ന്റെ BJP-യുടെ നേതാക്കളെ പറഞ്ഞത് കേരളത്തിലെ സഹകരണ ബാങ്കുകളെല്ലാം കള്ളപ്പണത്തിന്റെ സൂക്ഷിപ്പുകാരാണ്. അതാണ് ശ്രീ ഹസൻ, ശ്രീ ഹസൻ അതാണ്. അതായത് അത്തരത്തിൽ BJP-യും കേന്ദ്ര സർക്കാരും കേരളത്തിനും സ്വത്വബോധത്തിനെതിരെ തന്നെ നീങ്ങുന്ന ഘട്ടത്തിലാണ് നിങ്ങൾ ഒന്നിച്ചു നീങ്ങുമെന്ന് കേട്ടിരുന്നത്. അപ്പോൾ ഒരു സംയുക്ത സമരം നിങ്ങളൊക്കെ തമ്മിലില്ല. അതല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വാർത്തകളിലൂടെ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ ഞാൻ പറയുന്നു, ഞങ്ങൾ ഒന്നിച്ചു നീങ്ങാൻ തീരുമാനിച്ചിട്ടുമില്ല. മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുള്ളത് തന്നെ ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ നടപടികൾക്കും, ഇത് മാത്രം സഹകരണ മേഖല മാത്രമല്ല, നോട്ട് പിൻവലിച്ചത് മൂലം സംസ്ഥാനത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിൽ അവരെ സഹായിക്കാൻ ഗവൺമെന്റ് എടുക്കുന്ന നടപടികൾക്ക് ഞങ്ങളുടെ പിന്തുണ, പ്രതിപക്ഷത്തിന്റെ പിന്തുണ ഉണ്ടെന്നാണ് പറഞ്ഞത്. യോജിച്ചൊരു സമരം ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നലത്തെ സമരം യോജിച്ചല്ലേ ചെയ്യുമായിരുന്നുള്ളൂ. അപ്പൊ അതല്ല ശ്രീ ഹസൻ, ഒരു സംശയമാണ് ഈ ഘട്ടത്തിൽ. സുധീരൻ ഈ ഘട്ടത്തിൽ പറഞ്ഞു കോൺഗ്രസ് ഒറ്റയ്ക്ക് പ്രതിഷേധം ഏറ്റെടുക്കും എന്നാണ് പറഞ്ഞത്. താങ്കൾ സൂചിപ്പിച്ചത് ഇത്തരത്തിൽ ഉള്ള സമരങ്ങൾക്കൊക്കെ ഞാൻ പറയട്ടെ, കോൺഗ്രസ് കൂടി ഉൾപ്പെടുന്ന UDF ആണ് ഈ സമരത്തിൽ. UDF യോജിച്ച് തന്നെ നീങ്ങാനാണ് തീരുമാനിച്ചത്. അത് ശ്രീ സുധീരനും കൂടി അനുമതിയോടോ അംഗീകാരത്തോടും കൂടിയാണ്. അങ്ങനെ ഒരു നീക്കത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ CPM-മായി യോജിച്ചൊരു സമരം ചെയ്യാനൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹവും പറഞ്ഞത്. അത് തന്നെയാണ് ഞാനും പറയുന്നത്. അതൊക്കെ അല്ല, നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനൊന്നും അല്ല ഞാൻ ശ്രമിച്ചത്. അതായത് ഞാൻ വളരെ ഡയറക്റ്റ് ആണ്. അതായത് ശ്രീ ഹസൻ, നമ്മൾ ഒന്നിച്ചു നിന്ന് സിന്ദാബാദ് വിളിക്കുന്നു എന്നുള്ള സമരമല്ലല്ലോ. സംയുക്തമായ സമരം എന്നാൽ താങ്കൾ ഉദ്ദേശിച്ചതുപോലെ തന്നെയാണ്. മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും എല്ലാ നീക്കങ്ങൾക്കും ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് പറയുന്നു. ഈ പറച്ചിലിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് സാഹചര്യമാണ് സുധീരനുള്ളത്? ഇല്ലല്ല, സുധീരൻ മറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സുധീരൻ യോജിച്ച ഒരു സമരത്തിനില്ല എന്നാൽ സുധീരൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം കേരളത്തിലെ സഹകരണ ബാങ്കുകളെ എല്ലാം പിടിച്ചെടുക്കാൻ CPM ശ്രമിക്കുന്നു എന്ന ആരോപണം ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചവരാണ്. അപ്പൊ സഹകരണ ബാങ്കുകളെ ജനാധിപത്യം തകർക്കാൻ നടത്തുന്ന ശ്രമത്തിനെതിരെ ഞങ്ങൾ ശബ്ദിച്ചപ്പോൾ ഞങ്ങൾ ആ ഒരു ഭാഗത്ത് ഞങ്ങൾ ആ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങൾ വന്നത്. പക്ഷേ ഈ ഘട്ടത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പിൻവലിച്ചു. അതല്ല ശ്രീ ഹസൻ, ഈ ഘട്ടത്തിലുള്ള ഇത്തരത്തിൽ രക്ഷിക്കാൻ ഗവൺമെന്റിന്റെ ശ്രമങ്ങൾക്ക് ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചത് ഈ കാര്യത്തിൽ CPM എടുക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകളോട് ഞങ്ങൾക്ക് യോജിപ്പുള്ളത് കൊണ്ടാണ്. സുധീരൻ പറഞ്ഞത് CPM-ഉമായിട്ട് ചേർന്ന് കൈകോർത്ത് പിടിച്ച് ഒരുമിച്ചൊരു സംയുക്ത സമരത്തിനില്ലെന്നാ. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല.
അല്ല ഈ അപ്പോഴാണ് ഘട്ടത്തിൽ ഞങ്ങൾക്കൊരു ഈ സംശയം ഘട്ടത്തിൽ വന്നത് മുഹമ്മദ് ഈ സലീമിന്റെ കത്ത്. അല്ല അത് CPM-ന്റെ ദേശീയ നേതൃത്വം വ്യക്തമാക്കേണ്ടതാണ്. അല്ല ഈ ഘട്ടത്തിൽ സംശയിക്കും ഇത് ഇരട്ടത്താപ്പാണോ എന്ന്. ശ്രീ ഹസൻ, ഈ ഘട്ടത്തിൽ ഒരു മതേതര ജനാധിപത്യ മുന്നണികളായി കേരളത്തിന്റെ 2 മുന്നണികളാണ് ഉള്ളത്. ആ മുന്നണികളൊക്കെ കേരളത്തിന്റെ പൊതുവായ ഒരു വിഷയത്തിലുള്ള ആക്രമണം പുറത്തു നിന്നെത്തുമ്പോൾ, കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നെത്തുമ്പോൾ, BJP-യുടെ ഭാഗത്ത് നിന്നെത്തുമ്പോൾ അതിനെ യോജിച്ച് നിന്ന് ചെറുക്കുക എന്നുള്ളതല്ലേ ഒരു പക്ഷേ നിങ്ങളൊക്കെ ഉണ്ടാക്കിയ സ്പിരിറ്റ്? ആ സ്പിരിറ്റിന് വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ വാചകം എന്നാണ് സംശയം. ആ സ്പിരിറ്റിലെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. സുധീരൻ പറഞ്ഞതും അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമല്ല. സുധീരൻ പറഞ്ഞത്, KPCC പ്രസിഡന്റ് പറഞ്ഞത്, CPM-മായി യോജിച്ച് ഒരു സമരം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറിച്ചൊന്നും ഇതിനകത്ത് ഈ നീക്കങ്ങൾക്ക് സംയുക്തമായി തന്നെ ഈ നീക്കങ്ങൾ നടത്തുന്നതിനോട് ഇപ്പൊ കേന്ദ്രത്തിലെ മന്ത്രിയെ കാണാൻ പോയത് CK ആന്റണിയുടെ നേതൃത്വത്തിലല്ലേ? ഞങ്ങൾ യോജിച്ചല്ലേ അത്തരം നീക്കങ്ങൾ നടത്തി. അല്ല, ആന്റണിയും അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ശ്രീ ആന്റണിയും താങ്കൾ പറഞ്ഞതുപോലെയാണ് പറഞ്ഞിരുന്നത്. അതിന്റെ സ്പിരിറ്റ് നമുക്ക് മനസ്സിലാകും. പക്ഷേ അതിൽ നിന്ന് വേറിട്ടൊരു സ്പിരിറ്റാണ് സുധീരന്റെ വാക്കുകളിൽ തോന്നിയത്. എനിക്കങ്ങനെ വേറിട്ടൊരു അഭിപ്രായം സുധീരൻ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും ഇത് ആവർത്തിക്കുന്നത്, നമ്മൾ യോജിച്ചൊരു സമരത്തിനില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് തീരുമാനമാണ്. പക്ഷേ ഈ നീക്കങ്ങളെ ഒന്നും ഞങ്ങൾ തള്ളി പറയുന്നില്ല. ഞങ്ങളിപ്പോ പറയുന്നത് പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് ശ്രീ പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി. അതുപോലെ തന്നെയാണ് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ. മറ്റൊരു പോളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞപ്പോൾ നമ്മുടെ വാദം കേന്ദ്രത്തിൽ ദുർബലപ്പെടുത്താൻ ഉപകരിച്ചതുകൊണ്ട് സത്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് പാർട്ടിയുടെ നിലപാടല്ല എന്ന് കേന്ദ്രത്തിലെ അറിയിക്കേണ്ട ചുമതല മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട്, ദേശീയ നേതൃത്വത്തിനുണ്ട്. ആ ആശയക്കുഴപ്പമാണ് മാറ്റുള്ളത്. ഇതിൽ ആശയക്കുഴപ്പമില്ല. ഇതിലാണ് പക്ഷേ ആശയക്കുഴപ്പം തോന്നുന്നത്. യോജിച്ചുള്ള നീക്കത്തിന് വിഘാതമോ? തീർച്ചയായും ശ്രീ MM ഹസൻ, MB ജയരാജൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞോട്ടെ. ദയവായി തുടരൂ. അദ്ദേഹത്തിന് താങ്കളോടക്കം ചോദിക്കാനുണ്ട്. ശ്രീ MB ജയരാജൻ, ഒരു യോജിച്ചുള്ള നീക്കം കേരളത്തിന്റെ മുഴുവൻ സ്വത്വബോധത്തിനെതിരായുള്ള ആക്രമണം എന്നാണ്, സഹകരണ മേഖലയുടെ ആക്രമണം എന്നാണ് AK ആന്റണി ഇന്നലെയും ഇപ്പോഴും MM ഹസൻ അടക്കം പറയുന്നത്. പക്ഷെ സുധീരൻ ഇന്ന് വ്യക്തമാക്കിയ ഒരു കാര്യം, സഹകരണ മേഖലയിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് സംയുക്ത സമരമില്ല, കോൺഗ്രസിൻ്റെതായ രീതിയിൽ സമരം ചെയ്യും എന്നാണ് പറഞ്ഞത്. ഇതിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടോ? ഇതിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങളുണ്ടോ? ദൗർഭാഗ്യകരമാണ് ആ പ്രതികരണം. കേരളം ഒറ്റക്കെട്ടായി കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നടപടികൾ, സഹകരണ മേഖലയെ തകർക്കുന്ന നടപടികൾ, അതിനെതിരായി യോജിച്ചു നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ശ്രീ സുധീരന്റെ വാക്കുകൾ കേരള ജനതയെ, പ്രത്യേകിച്ച് സഹകാരികളെ വേദനിപ്പിക്കുന്നു. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാക്കുകളും പ്രതിപക്ഷ നേതാവിന്റെയും ശ്രീ ഉമ്മൻചാണ്ടിയുടെയും ശ്രീ AK ആന്റണിയുടെയും പ്രതികരണങ്ങളും നമ്മളെല്ലാം മനസ്സിലാക്കുകയുണ്ടായി. അതിലെല്ലാം ഏകസ്വരമാണ്, ഭിന്നതയില്ല, ഭിന്നിക്കേണ്ട ഒരു പ്രശ്നമല്ലായി. ന്യൂ ജനറേഷൻ സ്വകാര്യ ബാങ്കുകളെ പോലും 500,000 രൂപ നോട്ടുകൾ കൈമാറാൻ അനുമതി കൊടുത്തിട്ടുള്ള കേന്ദ്ര സർക്കാർ ഗ്രാമങ്ങളിൽ ഏറ്റവും കൂടുതൽ നിലവിലുള്ള സഹകരണ ബാങ്കുകളെ ഒഴിവാക്കിയതിന് ഒരു ന്യായവും പറയാനില്ല. റിസർവ് ബാങ്ക് പാർലമെന്റ് പാസാക്കിയ നിയമത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെങ്കിൽ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ കേരള നിയമസഭ പാസാക്കിയ നിയമത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. വിവേചനമാണ് ഇവിടെ നടക്കുന്നത്. അതാണ് ആ വിവേചനത്തിനെതിരെ ശ്രീ ജയരാജൻ, ആ വിവേചനത്തിനെതിരെ യോജിച്ചുള്ള പോക്കാണ്, യോജിച്ചുള്ള മുമ്പോട്ടുള്ള നീക്കമാണെന്നൊക്കെയാണ് നമ്മൾ കേട്ടിരുന്നത്. ഒരുപക്ഷെ ഇന്നലെ ആന്റണിയും ഇന്ന് ഹസനും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ്. ഒന്നിച്ചുള്ള സമരം എന്നാൽ ഒന്നിച്ച് ഇൻകുലാബ് വിളിക്കുക എന്നതല്ലല്ലോ, മറിച്ച് ഒരു സമരത്തെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, മുഖ്യമന്ത്രിയും മന്ത്രിമാരെ ഇരിക്കുന്നതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, ഈ സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും എല്ലാ നീക്കത്തിനും ഞങ്ങൾ ധാർമ്മികമായി ഇതാ പിന്തുണയുണ്ട് എന്ന് പറയുക, ഇത്തരമുള്ള സമരത്തിന്റെ ഒരു സ്പിരിറ്റ് ആയിരുന്നു ഒന്നിച്ചുണ്ടായിരുന്നത് എന്ന് ശത്രുക്കളെ പോലും പേടിപ്പിച്ചിരുന്നത്. അതിന് വിഘാതമുണ്ടായിരിക്കുന്നു. സുധീരൻ പറയുന്നു അങ്ങനെ ഒന്നിച്ചില്ല, കോൺഗ്രസ് മാത്രമായി സമരം ചെയ്യും ഈ വിഷയത്തിലെന്ന്. അതിലെന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടോ, സങ്കുചിത ഭാവമുള്ള എന്നാണ് ചോദിക്കുന്നത്. ശ്രീ ജയരാജൻ, താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ അങ്ങനെ? തീർച്ചയായും അതൊരു ഐക്യത്തെ തകർക്കുന്ന നടപടിയാണ്. എന്താണ് KPCC പ്രസിഡന്റ് അത്തരമൊരു അഭിപ്രായം പറഞ്ഞത് എന്നുള്ളത് കേരളീയർ
അങ്ങേയറ്റ വിഷമത്തോടുകൂടി ഛേദിച്ചു പോവുകയാണ്. NDA കേന്ദ്രം ഭരിക്കുന്ന മുന്നണിയാണ്. ആ മുന്നണിയിലെ ഒരു കക്ഷി ഇന്നലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ നടത്തിയ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കൊണ്ടുവന്നു. അത് മലയാളികളുടെ ഒരു കൂട്ടായ്മയുടെ സ്വരമാണ് വ്യക്തമാവുന്നത്. അതാണ് ശ്രീ ഹസനോട് ചോദിക്കാം. ശ്രീ MV ജയരാജൻ ദയവായി നിൽക്കൂ. താങ്കൾ ഹസനോട് ചോദിക്കാം. ശ്രീ ഹസൻ, അതാണ് MV ജയരാജനൊക്കെ പറയുന്നത്. നമുക്ക് ഈ ഘട്ടത്തിൽ അത്തരത്തിൽ കക്ഷി രാഷ്ട്രീയ വൈര്യം മറന്ന് യോജിച്ചുള്ള കേരളത്തിന്റെ ഒരു പൊതു ആവശ്യം എന്ന നിലയിൽ നിൽക്കാമെന്നാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഒക്കെ ഭാവങ്ങളെയും പ്രതികരണങ്ങളെയും ആ രീതിയിൽ ഞങ്ങളും സ്വീകരിച്ചു, ഞങ്ങളുടേത് അവരും എന്നായിരുന്നു. ഇതൊക്കെ ശത്രുക്കളെ പോലും ഭയപ്പെടുത്തുന്ന രീതിയിൽ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സഹായകമായിരുന്നു. പക്ഷെ സുധീരൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്? അതൊരു പക്ഷെ കോൺഗ്രസിനുള്ളിൽ തന്നെയാണ് അത്തരത്തിലുള്ള താക്കീതുകൾ ഉണ്ടാകേണ്ടത് എന്ന സൂചന കൂടി, ധ്വനി കൂടി ജയരാജൻ പറഞ്ഞു. ശ്രീ MM ഹസൻ. ശ്രീ ഹസൻ ശ്രീ ജയരാജൻ, ഇങ്ങനെയുള്ള ഒരു നീക്കം ഈ ഘട്ടത്തിൽ നമുക്ക് ഭൂഷണമാണോ, കേരളത്തിന് ഭൂഷണമാണോ? അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസിനുള്ളിലെ ആന്തരികമായ ഗ്രൂപ്പുകളുടെ സംഘർഷം അല്ലെങ്കിൽ പല വിധത്തിലുള്ള സങ്കുചിതമായ ഭാവങ്ങൾ അതൊക്കെ ഈ ഘട്ടത്തിലാണോ പുറത്തേക്ക് ഇറക്കേണ്ടത് എന്നൊരു വലിയ ആശങ്ക നിരീക്ഷകരും പങ്കുവെക്കുന്നു. ആ അഭിപ്രായം തന്നെയാണോ താങ്കൾക്കും ശ്രീ ജയരാജൻ? കോൺഗ്രസിന്റെ ഗ്രൂപ്പ് തർക്കം ഈ ഘട്ടത്തിൽ എടുത്ത് പ്രയോഗിക്കേണ്ട സന്ദർഭമല്ല. ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന രീതിയിൽ ശ്രീ VM സുധീരൻ ഇത്തരത്തിൽ ഐക്യത്തെ തകർക്കുന്ന നടപടി സ്വീകരിക്കേണ്ട സമയമല്ല. മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഒരു നിവേദനം കുറിപ്പായി സർക്കാരിന് സമർപ്പിക്കുകയുണ്ടായി. അത് ഇന്നലെ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് സഹകരണ വകുപ്പ് മന്ത്രിയോട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്നത് എന്തൊക്കെയെന്ന് പ്രത്യേകമായി പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാക്കന്മാർ മുഖ്യമന്ത്രിയെ കണ്ടു, യോജിച്ച് നീങ്ങാം എന്ന് ഉറപ്പ് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ സർവകക്ഷി യോഗം 21-ന് ചേരാനിരിക്കുന്നു. 22-ാം തീയതി കേരള നിയമസഭ സമ്മേളിക്കാനിരിക്കുന്നു. ഇതിലെല്ലാം ഏകസ്വരമായിരുന്നു. ആ ഏകസ്വരത്തിൽ കേന്ദ്ര ഭരണകക്ഷിയിൽപ്പെട്ടവരെ കൂടി ഉൾക്കൊള്ളാൻ കഴിയും വിധത്തിൽ മാറുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ BJPയുടെ സങ്കുചിത ചിന്താഗതിയുള്ള കക്ഷി രാഷ്ട്രീയത്തിൽ മാത്രം അന്ധമായി നിൽക്കുന്ന ചിലരൊഴിച്ച് ഈ നീക്കത്തോട് യോജിക്കുമെന്നാണ്. ശ്രീ രാജഗോപാലുമായിട്ടടക്കം സംസാരിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിൽ കേരളത്തിന്റെ മൊത്തം വികാരം കേന്ദ്രത്തെ അറിയിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തെ ഇത്തരത്തിൽ ശ്രീ VM സുധീരൻ ഒരു വില കുറഞ്ഞ അഭിപ്രായ പ്രകടനത്തിലൂടെ അദ്ദേഹത്തിന്റെ പദവിക്ക് തന്നെ ദോഷം ചെയ്യും വിധത്തിൽ. അതാണ് ഇപ്പോൾ ജോസഫ് വാഴക്കൻ കൂടി നമ്മോടൊപ്പം ഉണ്ട്. ജോസഫ് വാഴക്കൻ കൂടി ഉണ്ട്. ശ്രീ ജയരാജൻ, ശ്രീ ജോസഫ് വാഴക്കൻ, ഇതാണ് ജയരാജൻ പങ്കുവച്ചത്. ഇതാണ് ഇങ്ങനെ ഒരു സംയുക്തമായ നീക്കത്തിൽ നിന്ന് പിന്മാറേണ്ട എന്ത് സാഹചര്യമാണുള്ളത്? അതൊരു സങ്കുചിത രാഷ്ട്രീയമാണ് എന്നൊക്കെയാണ് ശ്രീ ജയരാജൻ പറയുന്നത്. ഈ ഘട്ടത്തിൽ അത് ഒരിക്കലും പാടില്ലായിരുന്നു എന്ന്. അല്ല, ഇത് ശ്രീ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ കാണുന്നത് എലിയെ കൊല്ലാൻ വേണ്ടി ഇല്ലം ചുടുന്ന ഒരു സ്ഥിതിയാണ് കാണിക്കുന്നത്. അപ്പം CPM കേരളത്തിൽ ഇപ്പോ ഇന്നലത്തെ സമരത്തിലൂടെ ചെയ്യുന്നത് പെരക്ക് തീ പിടിക്കുമ്പോ വാഴ വെട്ടുന്ന പണിയെന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലുള്ള ഏർപ്പാടാണ് CPM ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നാണ് പൊതുവെ നമുക്ക് കണ്ടാൽ തോന്നുന്നത്. കാരണം എന്താ, 2 ദിവസം മുമ്പ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാർ ഒന്നിച്ചു പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയും കോപ്പറേറ്റീവ് രംഗത്ത് ഒരു ഗ്യാരണ്ടി സ്കീം വരെയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ഇത്തരം കാര്യങ്ങളിൽ ഒന്നിച്ച് മുന്നോട്ട് നീങ്ങാമെന്ന് പരസ്യമായി നിലപാടെടുക്കുകയും ചെയ്തതിനു ശേഷം അപ്പോൾ അവരോട് പോലും സൂചിപ്പിക്കാതെ പിറ്റേന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു സമരം RBIയുടെ മുമ്പിലേക്ക് പോകുന്നു. ഞങ്ങൾ അതിന്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ കിടക്കുന്നില്ല. പക്ഷെ തലേന്ന് പറയാമായിരുന്നു. അപ്പോ പ്രതിപക്ഷവും ഗവൺമെന്റും അവരുടേതായ രീതിയിൽ സമരവുമായി, അല്ല അവിടെ മുഖ്യമന്ത്രിയും ഗവൺമെന്റും അവരുടേതായ രീതിയിൽ സമരവുമായി മുന്നോട്ട് പോകും. പക്ഷേ ശ്രീ ജോസഫ് വാഴക്കൻ, ഇന്നലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അത്തരത്തിലൊരു സമരം ചെയ്യുന്ന ഘട്ടത്തിൽ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ടായിരുന്നല്ലോ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞിരുന്നത്. ഇന്നും MM ഹസൻ അടക്കമുള്ളവർ പറഞ്ഞല്ലോ അത്തരം എല്ലാ യോജിച്ചുള്ള പോക്കിനും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന്, ഐക്യദാർഢ്യമുണ്ട് എന്ന്.
പിന്നെ എന്താണ് ഈ വേറിട്ട ശബ്ദത്തിനും താങ്കൾ ഈ പറഞ്ഞത് അഭിപ്രായത്തിന്റെയും പ്രസക്തി? വേറിട്ടുള്ള ശബ്ദം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അവിടെ വന്ന് കണ്ടപ്പോൾ അവരോട് പോലും സൂചിപ്പിക്കാത്ത ഒരു കാര്യം അങ്ങനെ പൊതുനിലവേ ഉണ്ടായതായിരിക്കില്ലല്ലോ, അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടായ ഒരു ആശയമായിരിക്കുമല്ലോ. അപ്പോ സ്വാഭാവികമായും ആ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ അവരുമായിട്ട് ഒരു ഡിസ്കഷൻ ഗവൺമെന്റ് മുഖ്യമന്ത്രി ആ സമരം നടത്താൻ അതിപ്പോ കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ RBIയുടെ മുമ്പിലേക്ക് സമരവുമായിട്ട് മുന്നോട്ട് പോയാൽ ഞങ്ങളാരും അതിനെതിരെ പറയില്ല. CPMന്റെ തീരുമാനമാണ് ഇത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഒന്നടങ്കം പോകുമ്പോൾ പ്രതിപക്ഷത്തോടും കൂടി നമുക്ക് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്നൊരു വാക്ക് പറയാനുള്ള മര്യാദ ഉണ്ടായിരുന്നുവെങ്കിൽ കുറെ കൂടി നന്നായിരുന്നു എന്ന് മാത്രമാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചത്. അതായത് കോൺഗ്രസിന്റെ ഉള്ളിൽ ഇത്തരത്തിൽ സംയുക്തമായ ഒരു നീക്കത്തിന് എതിർപ്പുണ്ടോ? അതിന്റെ ലാഭം CPIM കൊയ്യും എന്ന ഭയം രാഷ്ട്രീയമായി ഉണ്ടോ? ആ ആശങ്ക ഉയർത്തിയ വിഭാഗത്തോടാണോ ഇപ്പോൾ സുധീരൻ അനുഭാവം പ്രകടിപ്പിച്ചിരിക്കുന്നത്? ഇങ്ങനെ നിരീക്ഷകർ ചോദിച്ചു. CPIM കൊയ്യുമെന്നൊന്നും ഞങ്ങൾക്കൊന്നുമില്ല. കൊയ്യാനായിട്ട് ഇതിന്റെ കടക്കൽ കത്തിവെച്ചത് CPM അല്ലേ? CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ മുഹമ്മദ് സലീം അല്ലേ എഴുതി കൊടുത്തത് അവിടെ സഹകരണ സ്ഥാപനങ്ങളിൽ മുഴുവൻ കള്ളപ്പണമാണ്. ഇത് ബംഗാളിൽ കള്ളപ്പണമാണ്, കേരളത്തിലില്ല, ഗുജറാത്തിലില്ല, മഹാരാഷ്ട്രയിലില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? ദേശീയ തലത്തിൽ നമ്മൾ നരേന്ദ്രമോദിയുടെ തെറ്റായ ഈ നയത്തിനെതിരെ ഒന്നിച്ച് പ്രക്ഷോഭം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടുക. അതിനിടയ്ക്ക് കൊച്ചു പെറ്റി രാഷ്ട്രീയം കാണിക്കാൻ പറ്റുമോ? ബംഗാളിലെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ശ്രീ ജോസഫ് വാഴക്കൻ അതായത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. താങ്കൾ അതിന് മറുപടിയും കൃത്യമായി ലഭിച്ചില്ല എന്ന് തോന്നുന്നുണ്ട്. ഒരിക്കൽ കൂടി അതായത് ഇത്തരത്തിലൊരു സമരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി, AK ആന്റണി, ഇന്ന് ഹാസനൊക്കെ അതിന് പിന്തുണ പ്രഖ്യാപിച്ചല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ പുതിയ ഒരു വെളിപാട്? ഞങ്ങൾക്ക് അതിനോട് ഈ കോഴ്സിന്റെ കാര്യത്തിൽ ഈ വിഷയത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഞാൻ ഒരഭിപ്രായ വ്യത്യാസമില്ല. യാതൊരു ഞങ്ങളെല്ലാം മുന്നോട്ട് വെച്ചത് ഈ പറയുന്ന കോഓപ്പറേറ്റീവ് ഗ്യാരണ്ടി സ്കീം അത് ഞങ്ങൾ മുന്നോട്ട് വെച്ചതാണ്. നാളെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് ശ്രീ തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആശയമാണ്. വ്യത്യാസം അല്ല, അപ്പൊ ഞങ്ങള് അത് ഗവൺമെന്റ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സമരത്തിന് മുന്നോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രി മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായ ഒരു അഭിപ്രായ ഐക്യം അത് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ശ്രമിക്കേണ്ടതായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, അങ്ങനെയാണെങ്കിൽ 21-ന് വിളിച്ച സംയുക്ത യോഗത്തിൽ അല്ലെങ്കിൽ സർവകക്ഷി യോഗത്തിൽ നിങ്ങൾ ഈ എതിർപ്പ് പ്രകടിപ്പിച്ചെടുക്കുമോ? അത്തരം അല്ല, അത് നേതാക്കൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയാൻ അശക്തനാണ്. തീർച്ചയായും താങ്കൾ തുടരൂ, ദയവായി തുടരൂ. ഇപ്പോൾ MV ജയരാജൻ കൂടി നമ്മോടൊപ്പം ഒരിക്കൽ കൂടി ചേരുകയാണ്. ശ്രീ MV ജയരാജൻ, ഇതാണ് ജോസഫ് വാഴക്കൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. അങ്ങനെ ഏകപക്ഷീയമായ ഒരു നീക്കവും ഏകപക്ഷീയമായി ഗോളടിക്കാനുമുള്ള ഒരു ഭാവം നിങ്ങൾക്കുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വിയോജിപ്പ്. എല്ലാവിധ പിന്തുണയും ഈ വിഷയത്തിന്റെ മെറിറ്റിനോട് അവർക്കുണ്ട്. പക്ഷേ ചില ചെയ്തികളുള്ള എതിർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നത്. അങ്ങനെ പുറത്തു വരേണ്ട ഘട്ടമാണോ ഇത് ശ്രീ ജയരാജൻ? ഒരിക്കലുമല്ല. ഇത് ഗോളടിക്കുന്നത് മലയാളികളാണ്, കേരള ജനത മുഴുവനാണ്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയല്ല. ഗവൺമെന്റ് അർപ്പിതമായ ചുമതലയാണ് നിർവഹിച്ചത്. ഡൽഹിയിൽ പോയി കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദപ്പെട്ടവരെ കണ്ടു, MPമാരെല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചു. ഇന്നലെ ശ്രീ AK ആന്റണിയുടെ നേതൃത്വത്തിൽ ധനമന്ത്രിയെ കണ്ടു. AK ആന്റണി പറയുകയാണ് കേരളത്തെ ബാധിച്ചിരിക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ് സഹകരണ മേഖല അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് ഇത് നീട്ടിക്കൊണ്ടുപോയ പട്ടിണി മരണം പോലും ഉണ്ടായേക്കും. അടിയന്തരമായി കേന്ദ്ര സർക്കാർ കേരളത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം. സഹകരണ മേഖലയിലുണ്ടായ ഗുരുതരമായ സ്തംഭനാവസ്ഥയെ കുറിച്ചാണ് ശ്രീ AK ആന്റണി പറഞ്ഞത്. ഇതാണ് കേരളത്തിലെ എല്ലാവർക്കുമുള്ള വികാരം. പക്ഷെ ആ വികാരത്തിൽ നിന്ന് വേറിട്ട ഒരു ശബ്ദമായി പോയി ശ്രീ VM സുധീരന്റെ. ജോസഫ് വാഴക്കൻ ഇവിടെ ഷെയർ ചെയ്തതും AK ആന്റണി പറഞ്ഞിട്ടുള്ള അതേ നമ്മുടെ എല്ലാം വികാരമാണ്. പക്ഷെ VM സുധീരൻ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് വളർന്നു വന്ന ഐക്യത്തെ തകർക്കുന്ന വിധത്തിൽ പരാമർശിച്ചു പോയി. അതാണ് ഇവിടെ ഉണ്ടായ പ്രശ്നം. അതാണ് ശ്രീ ജോസഫ് വാഴക്കൻ കോർപ്പറേഷനിലെ ശ്രീ ജോസഫ് വാഴക്കൻ അതായത് ജയരാജൻ സൂചിപ്പിച്ചത് കേട്ടല്ലോ. താങ്കളും ആന്റണിയും ഒക്കെ പറഞ്ഞിരുന്ന ആ വികാരത്തോട്, ആ ഒരു പൊതുവികാരത്തോട് വല്ലാതെ അനുഭാവപൂർവ്വം ഞങ്ങൾക്കൊക്കെ സ്നേഹമുണ്ടായിരുന്നു. അത് തന്നെയാണ് ഞങ്ങളും നിങ്ങളും ഒക്കെ തുടരുന്നത്. പക്ഷെ അതിൽ നിന്ന് ഭിന്നമായ ഒരു ശബ്ദമാണ് സുധീരൻ ഉയർത്തിയത്. അത് ഈ ഘട്ടത്തിൽ വലിയ ദ്രോഹമായി പോയി
എന്നുകൂടി ജയരാജൻ പറയുന്നു. ശത്രുക്കളുടെ ഭയത്തെ പോലും ഇല്ലാതാക്കും എന്ന്. VM സുധീരൻ അങ്ങനെ അദ്ദേഹം പാർട്ടിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. അതിലൊരു തെറ്റുള്ള കാര്യമല്ല. അദ്ദേഹം പറഞ്ഞ എന്താ, മുമ്പ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ പ്രതിപക്ഷ സംഘം, സർവകക്ഷി സംഘം പ്രതിപക്ഷത്തുള്ള അവരൊന്നിച്ചു പോയി മുഖ്യമന്ത്രിയെ കണ്ട് ഇക്കാര്യത്തിലൊക്കെ അഭിപ്രായ ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചതിന് ശേഷം ഇന്നലെ മുഖ്യമന്ത്രി ഒരു സമരം നയിക്കുമ്പോൾ സ്വാഭാവികമായും അവരോടുകൂടി സംസാരിക്കേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, CPM നയിച്ചാൽ ഞങ്ങൾക്ക് അതിനെതിരില്ല. CPM ഇടതുപക്ഷ മുന്നണി നയിക്കുകയാണെങ്കിൽ എതിരില്ല. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് മുന്നോട്ട് പോയപ്പോൾ പക്ഷെ അതിന് ആദ്യഘട്ടത്തിൽ ഒരു പ്രതികരണവും ഉണ്ടായില്ല. അവിടെയാണ് സുധീരന്റെ ഒരുപക്ഷെ ഇടപെടൽ എന്ന് പറയാൻ സംശയിക്കുന്നത്. ശ്രീ ജോസഫ് വാഴക്കൻ, സുധീരൻ തീർച്ചയായും കേരളത്തിന്റെ സമുന്നതനായ നേതാവ് തന്നെയാണ്. പക്ഷേ സംശയം, ശ്രീ ജോസഫ് വാഴക്കൻ, സംശയം, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇരുന്ന യോഗത്തെ സമരത്തെ പ്രതിപക്ഷ നേതാവ് പിന്തുണച്ചു, ഉമ്മൻചാണ്ടി പിന്തുണച്ചു. എല്ലാ കോൺഗ്രസുകാരും അതിൽ നിന്ന് ഭിന്നമായ ഒരു അഭിപ്രായം ഇന്നലെ വരെ പറഞ്ഞു കേട്ടില്ല. വെറും 12 മണിക്കൂർ കൊണ്ടുള്ള ഒരു മാറ്റം എങ്ങനെ സംഭവിച്ചു? അത് പാർട്ടി നേതൃത്വം ആലോചിച്ചു. മുഖ്യമന്ത്രി കേരളത്തിന്റെ KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നതാണ്. അത് പാർട്ടിയുടെ ഒരു ഫീലിംഗ് ആണ്. അങ്ങനെ ഒരു സമരം ഒന്നിച്ച് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി പറയാതെ സമരവുമായി ഒറ്റയ്ക്ക് ഒരു ഇടതുമുന്നണി സമരവുമായി മുഖ്യമന്ത്രി മുന്നോട്ട് പോയി എന്നുള്ളത് അതാണ് ജയരാജൻ അതായത് യോജിച്ച് നീങ്ങാനിരുന്നതാണ്, അതിനോടുള്ള യോജിപ്പ് തന്നെയാണ്. പക്ഷെ സുധീരന്റെ വിയോജിപ്പ് ഒരുപക്ഷെ ജോസഫ് വാഴക്കന്റെ പരിമിതമായ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. അതായത് മുഖ്യമന്ത്രി ഇത്തരത്തിൽ കൂട്ടായ ഒരു ആലോചന നടത്താതെയാണ് ഇന്നലത്തെ സമരം ചെയ്തത്. അതാണ് ഈ വിയോജിപ്പിന്റെ കാരണം സുധീരന്റെ. LDF UDF ഒറ്റക്കെട്ടായിട്ടാണ് നോട്ട് പ്രതിസന്ധി സംബന്ധിച്ച് ഇന്നലെ നഗരസഭയിൽ പോലും ഒന്നിച്ചാണ് നിലപാട് സ്വീകരിച്ചത്. പ്രമേയം ഐക്യകണ്ഠേന പാസാക്കാനാണ് അവിടെ പരിശ്രമിച്ചത്. ശ്രീ VM സുധീരൻ കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൽ ഉണ്ടായ ഐക്യമുണ്ടല്ലോ. പ്രതിപക്ഷ നേതാക്കന്മാർ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നു, മുഖ്യമന്ത്രി അതിനോട് യോജിക്കുന്നു, തുടർന്ന് പത്രക്കാരെ പ്രതിപക്ഷ നേതാവ് കാണുന്നു, യോജിച്ച് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. LDF UDF വ്യത്യാസമില്ലാത്ത വിധത്തിൽ അങ്ങനെയൊരു ഐക്യം അത് 21 സർവകക്ഷി യോഗത്തിലേക്കും 22 നിയമസഭാ സമ്മേളനത്തിലേക്ക് പോകുന്നു. ഇത്തരം ഒരു സന്ദർഭത്തിലാണ് VM സുധീരൻ പറയുന്നത്. അതുപോലെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ്, VM സുധീരൻ നേരത്തെ പ്രതിപക്ഷ നേതാക്കന്മാർ മുഖ്യമന്ത്രിയെ കാണുമ്പോഴോ തുടർന്ന് പ്രതിപക്ഷ നേതാക്കന്മാർ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും പ്രതികരിച്ചപ്പോഴോ VM സുധീരന്റെ ശബ്ദം കേട്ടില്ല. അന്ന് പറയാമായിരുന്നു, ഇതാ കോൺഗ്രസും ഉണ്ട് ഒറ്റക്കെട്ടായി കേരളത്തിന്റെ പൊതുവികാരത്തോടൊപ്പം. അന്ന് ഈ വികാരം അദ്ദേഹം ഷെയർ ചെയ്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ നേരത്തെ UDF ഭരിക്കുമ്പോൾ മദ്യനയത്തിന്റെ കാര്യത്തിൽ ശ്രീ VM സുധീരൻ സ്വീകരിച്ച വ്യത്യസ്തമായ കോൺഗ്രസിനകത്തുള്ള ഒരു നിലപാട് പോലെ ഇപ്പൊ കോൺഗ്രസിനകത്ത് തന്നെയുള്ള വ്യത്യസ്ത നിലപാടായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. കാരണം ബാക്കി എല്ലാ കോൺഗ്രസുകാരും മുഖ്യമന്ത്രി സമരം നടത്തുന്ന സമയത്ത് പോലും പറഞ്ഞത് അത് കേരളത്തിന്റെ ഒരു പൊതുവികാരമാണ്, ഞങ്ങളുമുണ്ട് അതിന്റെ കൂടെ, സർവകക്ഷി യോഗം വിളിക്കുന്നുണ്ട്, ഞങ്ങള് പ്രതിപക്ഷ നേതാക്കന്മാർ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി സമരം നടത്തിയ സമയത്താണ് ആന്റണി എല്ലാ MP മാരുമായി ചേർന്നുകൊണ്ട്, ആന്റണിയാണ് അവിടെ നേതൃത്വം, ഇവിടെ മുഖ്യമന്ത്രിയാണ്, അവിടെ കോൺഗ്രസിന്റെ നേതാവാണ് ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത്, അദ്ദേഹമാണ് ധനമന്ത്രിയെ കാണാൻ നേതൃത്വം കൊടുത്തത്. ഇങ്ങനെ പോരാട്ടം എന്ന് പറയുന്നത് ഒരു സത്യാഗ്രഹം മാത്രമല്ല. MP മാർ ഒന്നിച്ചു പോകുന്നു, ആന്റണി അതിന് നേതൃത്വം കൊടുക്കുന്നു. വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാമായിരുന്നു, ആന്റണി അല്ല നേതൃത്വം കൊടുക്കേണ്ടത്, ഇവിടുത്തെ ഭരണകക്ഷിയുടെ ഒരാളാണ് നേതൃത്വം കൊടുക്കേണ്ടത്. അവിടെ ഭിന്നത ഉണ്ടായിട്ടില്ലല്ലോ MP മാർ ഇടയിടയ്ക്ക്. ഇവിടെ മുഖ്യമന്ത്രിയിൽ ഭിന്നതയില്ലല്ലോ. മുഖ്യമന്ത്രി എന്തേ ചെയ്തിട്ടുള്ളൂ, അദ്ദേഹവും സഹമന്ത്രിമാരും തങ്ങളിൽ അർപ്പിതമായ ഉത്തരവാദിത്വ നിർവഹണത്തിന് ഡൽഹിയിൽ പോയി വലത് വ്യത്യാസമില്ലാതെ എല്ലാവരുമായി ചർച്ച ചെയ്തു, തിരിച്ചു വന്നു. ഇവിടെ ആ ഗവൺമെന്റിൽ അർപ്പിതമായി ചുമതല നിർവഹിക്കുന്നു. ഉടൻ തന്നെ സർവകക്ഷി യോഗം വിളിക്കുന്നു, ഉടൻ തന്നെ നിയമസഭാ സമ്മേളനം ഇതിനു വേണ്ടി മാത്രമായി വിളിക്കുന്നു. അപ്പോഴൊന്നും പ്രതികരിക്കാത്ത VM സുധീരൻ രമേശ് ചെന്നിത്തലക്കും ഉമ്മൻചാണ്ടിക്കും ഈ പ്രശ്നത്തിൽ മേൽക്കൈ വരുന്നു എന്ന് വന്നപ്പോ അങ്ങനെയാണോ? അതാണ് ജോസഫ് വാഴക്കൻ കാതലായ അതിലേക്ക്
അതായത് സുധീരന്റെ സങ്കുചിതമായ ഈഗോയുള്ള കൊച്ചു മനസ്സാണ് ഇത്തരത്തിലുള്ള പ്രതികരണത്തിന് കാരണമായത്. അത് ഉള്ളിലുള്ള പലരും എന്നാണ് ജയരാജൻ. ശ്രീ എം പി ജയരാജന്റെ ഈ വിശദീകരണം അത് ഒട്ടും ശരിയായ ഒരു വിശദീകരണമല്ല. അങ്ങനെ കോൺഗ്രസിനകത്ത് VM സുധീരനൊരു അഭിപ്രായം, മറ്റുള്ളവർക്ക് വേറെ അഭിപ്രായം ഒന്നും കൂട്ടില്ല. കോൺഗ്രസിന് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണം ഉദ്ധരിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ജില്ലാ ബാങ്കുകൾ പിരിച്ചുവിടാനും സംസ്ഥാന ബാങ്ക് ഉണ്ടാക്കാനും ആ രീതിയിൽ വലിയ സാമ്പത്തികമായ ചില പുതിയ തന്ത്രങ്ങളൊക്കെ സാമ്പത്തികം സംഭരിക്കാനുള്ള ചില പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ഇടതുമുന്നണിയുടെ നിലപാടിനോട് ഒരു യോജിപ്പും ഇല്ലാത്തവരാ ഞങ്ങൾ. അതിനൊന്നും ഒരു സംശയമില്ല. അതൊന്നും ആ കാര്യത്തിലൊന്നും യോജിപ്പില്ല. ഇപ്പോ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള ശ്രമത്തിനെതിരെ മാത്രമാണ്. ഇന്നലെ ശ്രീ AK ആന്റണിയുടെ നേതൃത്വത്തിൽ പോയി അവിടെ ചെന്നപ്പോൾ വടി കൊടുത്ത് അടിമേടിക്കേണ്ട അവസ്ഥയുണ്ടായി. നിങ്ങളുടെ നേതാവ് പോളിറ്റ് ബ്യൂറോ മെമ്പർ എഴുതി കൊടുത്തിരിക്കുകയാണ് അവിടെ സഹകരണ മേഖലയിൽ അവിടെ കള്ളപ്പണത്തിന് നിക്ഷേപം നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ മാത്രമല്ല പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറയട്ടെ. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയായിരുന്നു ഞങ്ങൾക്ക് CPM-ന്റെ നേതാവ് നയിക്കട്ടെ. അതാണ് ഡൽഹിയിലെ MP-മാർ കൂടുതൽ കോൺഗ്രസിന്റെ MP-മാരാണ് കേരളത്തിൽ നിന്നുള്ളത്. AK ആന്റണി ഞങ്ങൾ ദേശീയ നേതാവ്. AK ആന്റണിയുടെ നേതൃത്വത്തിലല്ലാതെ ഞങ്ങൾ കരുണാകരന്റെ നേതൃത്വത്തിലോ ശ്രീമതി ടീച്ചറുടെ നേതൃത്വത്തിലോ ആയിരിക്കും അങ്ങോട്ട് ജാഥയ്ക്ക് പോകുന്നത്. അങ്ങനത്തെയൊക്കെ ചീപ്പായിട്ടുള്ള സംസാരങ്ങൾ വരരുത്. AK ആന്റണിയെ പോലെ ഒരു നേതാവ് ഉള്ളപ്പോ AK ആന്റണിയുടെ നേതൃത്വം അംഗീകരിക്കാവുന്നവർ പോന്നാ മതിയായിരുന്ന കൂട്ടത്തിലല്ല. നിങ്ങൾ പറയേണ്ട കാര്യമില്ലായിരുന്നു. ഞങ്ങൾ പോയി സംസാരിച്ചോളായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലൊന്നും ഞങ്ങളെ ചെറുതായി കാണാനൊന്നും ശ്രമിക്കേണ്ട. ശ്രീമതി ടീച്ചറുടെ നേതൃത്വത്തിൽ വേണമായിരുന്നു ജാഥ നയിക്കാൻ എന്ന് പറഞ്ഞാൽ AK ആന്റണി ഉൾപ്പെടെ അതിന്റെ പിന്നിൽ നിന്നോളാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ആര് പോകും? കേരളത്തിലെ ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത് ആരാ പിന്നെ പോകേണ്ടതെന്ന്. നിങ്ങളാണ് സൗജന്യം കാണിച്ചതുപോലെ സംസാരിക്കുന്നത്. AK ആന്റണിയുടെ നേതൃത്വം ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങൾ വരണ്ടായിരുന്നു. AK ആന്റണിക്ക് സംസാരിക്കാനുള്ള സംവിധാനമൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ആ രീതിയിലോട്ടൊന്ന് സംസാരിച്ചു പോയത് ഇപ്പോൾ ഈ ഉണ്ടായി വന്ന ഐക്യത്തിന് ടോർപ്ലേ ചെയ്തിട്ടുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഈ കേരളത്തിന്റെ മാർക്സിസ്റ്റ് ഇടതുമുന്നണിയുടെ ചെറിയ മനസ്സുമാണ്. അത് സമ്മതിക്കാം ആദ്യം. ഞങ്ങളുടേതായ ഒരു വലിയ മനസ്സുകൊണ്ടാണ് അവിടെ വന്ന് കണ്ടു പറഞ്ഞത്. ശ്രീ ജയരാജൻ, അതാണ് സുധീരന്റെ ഈഗോയോ കൊച്ചു മനസ്സോ അല്ലെങ്കിൽ ആഭ്യന്തര സംഘർഷത്തിന്റെ ഭാഗമായ കാര്യങ്ങളോ ഒന്നുമല്ല, മറിച്ച് നിങ്ങളാണ് സങ്കുചിത ഭാവം കാട്ടിയതെന്നാണ്. അങ്ങനെ ഉണ്ടോ? പല കാര്യങ്ങളും ഈ ഘട്ടത്തിൽ ജോസഫ് വാഴക്കന്റെ വായിൽ നിന്ന് പുറത്തിയാടുകയും ചെയ്തു, വിയോജിപ്പുകളുടെ. ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞത് ഇവിടെ സമരത്തിന് മുഖ്യമന്ത്രിയും ഡൽഹിയിൽ സമരത്തിന് AK ആന്റണിയുമാണ് നേതൃത്വം കൊടുത്തത് എന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് AK ആന്റണിയോട് വിയോജിപ്പുണ്ടാവാം. അദ്ദേഹത്തിന്റെ കോൺഗ്രസിന്റെ അകത്തുള്ള ഗ്രൂപ്പിന്റെ ഒരു ഘടനാ രീതി വെച്ചാൽ AK ആന്റണി അപ്പോ AK ആന്റണി ഡൽഹിയിൽ നേതൃത്വം കൊടുത്തു, കേരളത്തിൽ മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്തു. പിന്നെ അദ്ദേഹം ഇടക്കിടക്ക് പറയുന്നുണ്ട് പശ്ചിമ ബംഗാളിലെ ഒരു MP എന്തോ സഹകരണ മേഖലയിൽ കള്ളപ്പണമാണെന്ന് എഴുതി കൊടുത്തു. അങ്ങനെ ഒന്നും എഴുതി കൊടുത്തില്ലെന്ന് മാത്രമല്ല, തികച്ചും തെറ്റായ വാർത്തയാണത്. സഹകരണ മേഖലയിൽ ഇപ്പോഴും ഞങ്ങൾ പറയുന്നു ജോസഫ് വാഴക്കന്റെ മൂവാറ്റുപുഴയിലോ അല്ല കണ്ണൂരിലെ ജയരാജന്റെ പ്രദേശത്തോ ഏതെങ്കിലും ഒരു സഹകരണ ബാങ്കിൽ കള്ളപ്പണം ഉണ്ടെങ്കിൽ എൻഫോഴ്സ്മെന്റ് അധികൃതർ കണ്ടെത്തി അത് ആരുടെ കള്ളപ്പണമാണ് എന്നുള്ളതിന്റെ മേൽ നടപടി സ്വീകരിക്കുന്നതിന് ആർക്കും എതിർപ്പില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇന്നിപ്പോ പെരളശ്ശേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് ഭണ്ഡാരം പൊളിക്കുകയാണ് രാവിലെ. അത് പെരളശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലാണ് ഭണ്ഡാരം പൊളിച്ചാലുള്ള നോട്ടുകളും ചില്ലറ നാണയങ്ങളും കൊടുക്കാറ്. അവരുടെ നിക്ഷേപം പെരളശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലാണ്. ആദായ നികുതി വകുപ്പ് ഒരു സർക്കുലർ അവർക്ക് കൊടുത്തിരിക്കുകയാണ്, പെരളശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ കൊടുക്കാൻ പാടില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് എന്റെ പണം ഏത് ബാങ്കിലാണ് നിക്ഷേപിക്കേണ്ടത് എന്ന് വിലക്കാൻ അധികാരം? എന്റെ പണമുള്ള ബാങ്കിൽ നിന്ന് പിൻവലിക്കാൻ പാടില്ലെന്ന് വിലക്കാനുള്ള അധികാരം എവിടെയാണുള്ളത്? ഈ ഒരു പൊതു പ്രശ്നത്തെ ഒന്നിച്ച് നമുക്ക് നേരിടേണ്ടതുണ്ട്. അതുകൊണ്ട് ശ്രീ VM സുധീരൻ എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ശബ്ദമുണ്ടെങ്കിലും ജോസഫ് വാഴക്കനടക്കം ഇവിടെ വന്ന് ഷെയർ ചെയ്യുന്ന വികാരം എന്താ? നമുക്ക് യോജിച്ച് നീങ്ങണമെന്നാണ്. ഞാനും അത് തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. അതാണ് ശ്രീ ജോസഫ് വാഴക്കൻ അതായത് യോജിച്ചുള്ള നീക്കത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്തു, അങ്ങനെ പോകാമായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിയോജിപ്പ് ഈ ഘട്ടത്തിൽ ഉയർത്തുമ്പോൾ അത് ശത്രുക്കളുടെ കരങ്ങൾക്കാണ് ശക്തി പകരുക. അവർ ചിരിക്കുന്നുണ്ടാകും. സഹകരണ മേഖലയുടെ പ്രതിസന്ധി എന്ന പൊതുപ്രശ്നമായിരിക്കണം നമ്മൾ ഉയർത്തേണ്ടതെന്ന് ജയരാജൻ പറയുന്നു. ശ്രീ ജോസഫ് വാഴക്കൻ, ഞാനത് വളരെ നേരത്തെ പറഞ്ഞില്ലേ, സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം അതിനോട് അദ്ദേഹം യോജിച്ചു.
അത് ഞങ്ങൾ കഴിഞ്ഞ അസംബ്ലിയിൽ ഉണ്ടായതാണല്ലോ ഈ ജില്ലാ ബാങ്കുകളെല്ലാം കേരള ബാങ്ക് രൂപീകരിക്കുന്നതിന് പിന്നിലുള്ള രാഷ്ട്രീയവും അതേ വശങ്ങളും ഒക്കെ അന്ന് ചർച്ച ചെയ്യുകയും ഞങ്ങളുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് നിൽക്കുമ്പോൾ പോലും ഞങ്ങൾ അങ്ങോട്ട് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ തോമസ് ഐസക് മുന്നോട്ട് വെച്ചിരിക്കുന്ന സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആളുകൾക്ക് അവിടെ ആ പണം ഉപയോഗിക്കാനുമുള്ള മറ്റു മാർഗങ്ങൾ അതിനുവേണ്ടിയുള്ള ഒരു ഗ്യാരണ്ടി സ്കീം അനൗൺസ് ചെയ്യാൻ ആ നിർദ്ദേശം ഞങ്ങൾ 22-ാം തീയതി സഭ കൂടണമെന്ന്, അടുത്ത ദിവസം സഭ വിളിച്ചു കൂട്ടണമെന്ന് ഞങ്ങൾ മുന്നോട്ട് വെച്ചതാണ്. ഈ നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ച് യോജിച്ച് നീങ്ങാമെന്ന് പറഞ്ഞപ്പോ അതിന്റെ ഞങ്ങളോട് പോലും ചോദിക്കാതെ പിറ്റേന്ന് രാവിലെ മുഖ്യമന്ത്രി മന്ത്രിമാരെയും കൂട്ടിക്കൊണ്ട് RBIയുടെ മുമ്പിലോട്ട് പോയിരിക്കുന്നു. ശ്രീ ജോസഫ് വാഴക്കൻ അത്തരത്തിലൊരു സമരം സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ BJPക്കെതിരെയല്ലേ എടുത്തത്, കേന്ദ്ര സർക്കാരിനെതിരെയല്ലേ എടുത്തത്? അങ്ങനെ ഒരു സമരം നടത്തി എന്നതിന്റെ കൊതിക്കറിവ് ഇങ്ങനെ ഒരു വലിയ വിഷയത്തിന് തടസ്സമാകണമോ? CPMന്റെ മാത്രം നേതാവല്ലല്ലോ, തലേന്ന് വന്ന് കണ്ട് സംസാരിച്ച പ്രതിപക്ഷങ്ങളെ കൂടെ ഒന്ന് ഫോണിൽ വിളിക്കാമല്ലോ. ശ്രീ ജോസഫ് വാഴക്കൻ അങ്ങനെയെങ്കിൽ അത്തരത്തിലൊരു കൊതിക്കറിവ് ഇങ്ങനെ ഒരു വലിയ സംഭവത്തിന് തടസ്സമാകണമോ? അത് അല്ല പറയുന്നത്. അതിനകത്ത് തന്ത്രമാണിത്തം അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു അവിടെ. അതിനിപ്പോൾ ആർക്കാ കൊതിക്കറിവ്? ഞങ്ങൾക്ക് ഗവൺമെന്റ് ചെയ്യാൻ പറ്റില്ലേ? ഞങ്ങൾക്കറിയാതെ ഗവൺമെന്റ് ചെയ്യാൻ. അതല്ല പറഞ്ഞത്. മുഖ്യമന്ത്രി വലിയ മനസ്സ് കാണിക്കണമായിരുന്നു. ഇതാണ് അദ്ദേഹം ഈ 60-ാം വാർഷികത്തിൽ കാണിച്ചത്. ആ VS അച്യുതാനന്ദനെ വിളിക്കാതിരുന്നതും ഒക്കെ. അല്ല, VS അച്യുതാനന്ദനൊക്കെ വന്നു ഇവിടെ വന്നു. അത് മറ്റൊരു വിഷയത്തിലേക്ക് പോകും. ശ്രീ ജയരാജൻ, അതായത് ഇങ്ങനെ ഒരു താൻ പ്രമാണിത്വം ഇതിനകത്തുണ്ടോ, അല്ല വല്ലാതെ CPIM അത്തരത്തിലൊരു വലിയേട്ടൻ മനോഭാവം ഈ വിഷയത്തിലുണ്ടോ എന്നൊക്കെ കോൺഗ്രസ് ഭയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ യോജിച്ചുള്ള സമരങ്ങൾക്ക് നിങ്ങൾ ഇരു കൂട്ടരും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ഒന്നിച്ചു പോകണ്ടേ? ഞാനിപ്പോഴും അതിൽ VM സുധീരൻ അടക്കമുള്ളവരുമായി യോജിച്ച ഒരു പോരാട്ടമാണ് അനിവാര്യം എന്നാണ് ഞാൻ പറയുന്നത്. 21-ന് നാളെ നടക്കുന്ന നമ്മുടെ സർവകക്ഷി യോഗത്തിൽ ഇവർ പങ്കെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 22-ന്റെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഐക്യകേന്ദ്ര ഒരു പ്രമേയം നമുക്ക് അംഗീകരിക്കാൻ കഴിയണം. അതിൽ രാജഗോപാലിന്റെ അടക്കം പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തണം. ഈ കാര്യത്തിൽ വിയോജിപ്പില്ല. NDAയിലെ ഘടകകക്ഷി പോലും ഇന്നലെ സമരത്തെ പിന്തുണക്കാൻ പ്രകടനമായി എത്തിയല്ലോ. അപ്പൊ ഒറ്റ വികാരമേ ഉള്ളൂ, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കണം. വ്യത്യസ്ത അഭിപ്രായങ്ങൾ മറ്റു പല കാര്യങ്ങളിലും ഉണ്ട്. ഇപ്പൊ ജോസഫ് വാഴക്കന്റെ രാഷ്ട്രീയ അഭിപ്രായമല്ലല്ലോ നമുക്ക് മറ്റു ചില പ്രശ്നങ്ങളോട്, ആഗോളവൽക്കരണ നയത്തോട് ജോസഫ് വാഴക്കന് ഞാൻ യോജിക്കുകയോ ഇല്ല. അപ്പൊ ആ വ്യത്യസ്ത അഭിപ്രായം നിലനിർത്തിക്കൊണ്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ നമുക്ക് ഒന്നിച്ചു പോകണം. അതിന് ശ്രീ VM സുധീരന്റെ ഈ പ്രതികരണം നമുക്ക് വേദനയുണ്ടാക്കുന്നു. അത്രയേ ഞാൻ പറഞ്ഞു. അതാണ് ശ്രീ ജോസഫ് വാഴക്കൻ എതിർപ്പല്ല വാത്സല്യത്തോടു കൂടിയാണ് ആ വിമർശനം പോലും മുമ്പോട്ട് വെക്കുന്നത്. വേദനയാണ് അവർക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നാളത്തെ സർവകക്ഷി യോഗത്തിൽ അല്ലെങ്കിൽ 21-ന് നടക്കുന്ന സർവകക്ഷി യോഗത്തിൽ ഒരുപക്ഷെ ഇതൊക്കെ പറഞ്ഞു തീർത്ത് ഒന്നിച്ചു പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം, അല്ലേ ശ്രീ ജോസഫ് വാഴക്കൻ? അല്ല, ഞാൻ നിങ്ങൾ വലിയേട്ടനല്ല, CPM വലിയേട്ടൻ നയം സ്വീകരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ വലിയേട്ടനായിട്ടൊന്നും ഞങ്ങൾ കൂടിയിട്ടുള്ള അതൊന്നും ആയിട്ട് വരും കോൺഗ്രസിനേക്കാൾ വലിയേട്ടനാകാനൊന്നും. പക്ഷേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇത് നമുക്കത് യോജിച്ച ഒരു സമരത്തിന് ഞങ്ങൾ അങ്ങോട്ട് കൈ കൊടുത്തപ്പോൾ ആ കയ്യിൽ പിടിച്ച് ഒന്നിച്ച് നീങ്ങുന്നതിന് പകരം ആ കൈയെ പയ്യെ ഒന്ന് വെട്ടിച്ച് തന്നെത്താൻ ഒരു പണിയായിട്ട് ഇറങ്ങിയത് അല്പം മോശമായി പോയി. പക്ഷേ അങ്ങനെ ഒരു നീക്കം സുധീരന്റെ ഭാഗത്തുനിന്നല്ലേ ഇന്നുണ്ടായത്? സുധീരൻ ഇത് കണ്ടപ്പോ പറഞ്ഞത് എന്നുള്ളതേ ഉള്ളൂ. സുധീരൻ പറയണമല്ലോ, കേരളത്തിന്റെ KPCC പ്രസിഡന്റ് പറയണം സഹകരണ രംഗത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്കുണ്ട്, എങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങോട്ട് കൈ കൊടുത്തപ്പോൾ നിങ്ങൾ അത് പറയാതെ പോയത് ശരിയാണോ? മുഖ്യമന്ത്രിയാണ് ഞാൻ പറഞ്ഞല്ലോ. ശ്രീ ജയരാജൻ, ഈ ഭിന്നതകൾ ഉണ്ട് എങ്കിലും അവിടെയും ഒരു കാതം അകലത്തിലുള്ള ഒരു അടുപ്പമുണ്ട്. ആ അടുപ്പത്തിനുള്ള സാധ്യതകളും തുറക്കുന്നുണ്ട്. ചില കൊച്ചു കൊച്ചു വിയോജിപ്പുകളാണ്. ഒരുപക്ഷെ 21-ന് ആ വിയോജിപ്പുകളൊക്കെ മാറി കൂടുതൽ യോജിപ്പോടുകൂടി നീങ്ങും. ശത്രുക്കൾ ഭയപ്പെടുന്ന രീതിയിൽ, സഹകരണ മേഖലയുടെ ശത്രുക്കൾ ഭയപ്പെടുന്ന രീതിയിൽ. അങ്ങനെ പ്രതീക്ഷിച്ചോട്ടെ ശ്രീ ജയരാജൻ. തീർച്ചയായും 21-ന്റെ സർവകക്ഷി യോഗത്തിൽ ശ്രീ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ളവർ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ശ്രീ ഉമ്മൻചാണ്ടി കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിൽ സഹകരണ മന്ത്രിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ശ്രീ AK ആന്റണി അടക്കമുള്ള MP മാരുമായി ആദ്യം കൈ കൊടുത്തത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി
കൈകൊടുത്തതിന് ശേഷമാണ് ഇവിടെ പ്രതിപക്ഷ നേതാക്കന്മാർ കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയെ കണ്ടത്. തീർച്ചയായും പ്രതിപക്ഷ നേതാക്കന്മാർ ഈ പ്രശ്നത്തിൽ ഒന്നിച്ചു വന്ന് സർക്കാരിന്റെ എല്ലാ പരിശ്രമങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിച്ചതും ആ പിന്തുണ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി സന്നദ്ധമായതും അത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ സഹായകരമാണ്. ഏറ്റവും നല്ല അതാണ് ശ്രീ ജയരാജൻ. ശ്രീ ജോസഫ് വാഴക്കൻ, ഒരു കാര്യം കൂടി ജോസഫ് വാഴക്കൻ കൂടി കേൾക്കാൻ, അതായത് നിങ്ങളുടെ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം കൂടി ഈ ഘട്ടത്തിൽ പുറത്തെത്തിയിട്ടുണ്ട്. സുധീരൻ ഇപ്പോൾ അത് പറഞ്ഞത് ശരിയായില്ല, സുധീരന്റെ ആ അഭിപ്രായത്തെ തള്ളുന്നു, യോജിച്ചാണ് നീങ്ങേണ്ടത്, ഇപ്പോൾ അതിനുള്ള അവസരമാണെന്ന് മുസ്ലിം ലീഗിൽ നിന്നും അഭിപ്രായം എത്തിയിരിക്കുന്നു. KPA മജീദ് അത്തരത്തിൽ പ്രതികരണവും പറഞ്ഞിരിക്കുന്നു. ശ്രീ ജോസഫ് വാഴക്കൻ. എനിക്കതിനെക്കുറിച്ച് ഓരോ കക്ഷികൾക്ക് അവരുടേതായ അഭിപ്രായം ഉണ്ടാകും. കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം KPCC പ്രസിഡന്റ് പറഞ്ഞു. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ യോജിച്ച ഒരു തീരുമാനം, പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഞാൻ പറഞ്ഞല്ലോ, രാജ്യം മുച്ചൂട് മുടിക്കുന്ന വലിയ ദേശവിരുദ്ധ തീരുമാനങ്ങളുമായിട്ട് പോകുമ്പോൾ അതിനെതിരെ കഴിയാവുന്ന എല്ലാവരും കൈകോർത്ത് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വികാരം. ദേശീയ തലത്തിൽ ആ വികാരം തന്നെയാണ്. പിന്നെ AK ആന്റണിക്ക് ആദ്യം കൈ കൊടുത്തു എന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല. മുഖ്യമന്ത്രിമാര് MP-മാരുടെ യോഗം വിളിച്ചു കൂട്ടി കാര്യങ്ങൾ പറയുന്നതും കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുന്നതും ഒക്കെ എല്ലാ കാലത്തും ഉള്ള കാര്യമാണ്. അതിന്റെ ഭാഗമായി നടത്തിയെന്ന് കൂട്ടിയാൽ മതി. അതൊരു രാഷ്ട്രീയ നീക്കമായി AK ആന്റണിയുമായി സംസാരിച്ചുണ്ടാക്കിയ ധാരണയാണെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും ജനങ്ങളുടെ പരത്തേണ്ട കാര്യമില്ല. ഏതായാലും യോജിച്ചു പോകാൻ കഴിയുന്നിടത്തോളം യോജിച്ചു പോകണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. പക്ഷേ ശ്രീ VM സുധീരൻ വളരെ കൃത്യമായ ചില അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യവുമില്ല. ശരിയായ ധാരണ തന്നെയാണുള്ളത്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും ശ്രീ ജോസഫ് വാഴക്കൻ, താങ്കൾ കേൾക്കാൻ കൂടിയാണ്, ഞാനൊന്ന് നിരീക്ഷിച്ചോട്ടെ, താങ്കളുടെ സ്വാതന്ത്ര്യവും സമ്മതവും കൂടി സ്വീകരിച്ചുകൊണ്ട്. ഒരുപക്ഷെ ശ്രീ ജയരാജൻ, ഒരുപക്ഷെ ജോസഫ് വാഴക്കനെ പോലെ പ്രമുഖനായ പരിണിതപ്രജ്ഞനായ ഒരു നേതാവ് അദ്ദേഹത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ പറഞ്ഞു, KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന് പരസ്യമായി വിമർശിക്കാനാവില്ല, പക്ഷേ ഒന്നിച്ചുള്ള പോക്കിന്റെ ഒരു പ്രസക്തിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു. MMSനും അതിന് സമാനമായ പ്രതികരണം തന്നെയാണ് ഉണ്ടായത്. AK ആന്റണിയിലൂടെ, ഉമ്മൻചാണ്ടിയിലൂടെ, രമേശ് ചെന്നിത്തലയിലൂടെ, ഹസനിലൂടെ, ജോസഫ് വാഴക്കനിലൂടെ ഒക്കെ അത് പ്രതിഫലിച്ച് കാണാം. ശ്രീ ജയരാജൻ. തീർച്ചയായും ശ്രീ ജോസഫ് വാഴക്കൻ ഇപ്പൊ നമ്മളുമായി ഇവിടെ ഷെയർ ചെയ്യുമ്പോൾ, ഹസൻ ഷെയർ ചെയ്യുമ്പോൾ യോജിച്ച പോരാട്ടമാണ് വേണ്ടത്, യോജിച്ച നീക്കമാണ് വേണ്ടത് എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് ഈ ചാനൽ ചർച്ചയിൽ വന്നിട്ട് പറയാൻ പറ്റുമോ KPCC പ്രസിഡന്റിന്റെ അഭിപ്രായ പ്രകടനം തെറ്റായിപ്പോയെന്ന്? അതിപ്പോ KP മജീദിലൂടെ പുറത്തു വന്നു. അപ്പൊ മജീദ് പരസ്യമായി അഭിപ്രായം പറയുന്നത്, മജീദ് മറ്റൊരു ഘടകകക്ഷി ആണെങ്കിലും ഒരു സ്വതന്ത്രമായ പാർട്ടിയാണ്. ഏതൊരു വ്യക്തിക്കും ഏതൊരു പാർട്ടിക്കും ശ്രീ VM സുധീരൻ ഇപ്പോൾ ഈ സമയത്ത് പ്രതികരിച്ചതിനോട് യോജിക്കാനാവില്ല. അത് ശ്രീ ജോസഫ് വാഴക്കന് ഈ ചർച്ചയിൽ വന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് നമുക്ക് വായിച്ചെടുക്കാം. അദ്ദേഹം തന്നെ വ്യക്തമായി പറഞ്ഞു, യോജിച്ച നീക്കമാണ് വേണ്ടത്. അത് തന്നെയാണ് ഞാനിപ്പോഴും പറയുന്നത്, യോജിച്ച നീക്കമാണ് വേണ്ടത്. ശ്രീ KPA മജീദ് പരസ്യമായി ലീഗിനു വേണ്ടി VM സുധീരനെ വിമർശിച്ചത് കൂടി നമ്മൾ കാണും. ശരി ശ്രീ ജയരാജൻ. ശ്രീ ജോസഫ് വാഴക്കൻ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിനും പ്രതികരിച്ചതിനും. സംയുക്തമായ സമരത്തിൽ നിന്ന് പിന്മാറും, ഒറ്റയ്ക്ക് നിൽക്കും കോൺഗ്രസ് എന്ന അഭിപ്രായം സുധീരൻ പ്രകടിപ്പിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിലുള്ള ചർച്ചയാണ് പുരോഗമിച്ചത്. ഇപ്പോൾ സഹകരണ മന്ത്രി AC മൊയ്തീൻ വാർത്താ സമ്മേളനം നടത്തുന്നു. തത്സമയം പരിഹാരം കാണുന്നതിനുള്ള ബദൽ മാർഗങ്ങളെ കുറിച്ച് ആലോചിച്ച് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള മീറ്റിങ്ങിൽ അവർ വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ക്യാബിനറ്റ് കൂടി പരിശോധിച്ച് ആ പരിശോധനയുടെ ഭാഗമായി സഹകരണ മേഖലയിലെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളിലേക്ക് തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയണം എന്നാണ് ഇന്നത്തെ പ്രാഥമിക അവലോകനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കാൻ പണമുണ്ട് സഹകരണ ബാങ്കിൽ, മാർഗമില്ല. അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക. ആ സൗകര്യങ്ങൾ ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് അവർക്ക് പണം കിട്ടാവുന്ന സൗകര്യം ഒരുക്കി കൊടുക്കുക. നിക്ഷേപകന് ആവശ്യമായി ഈ സ്ഥാപനങ്ങളിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയുന്ന സൗകര്യം ഏർപ്പെടുത്തുക. സാധനങ്ങൾ കൊടുത്ത സ്ഥാപനത്തിന് ജില്ലാ ബാങ്ക് വഴി പണം കൊടുക്കാനുള്ള സൗകര്യം, അതിന് അക്കൗണ്ട് വഴിയൊക്കെ മാറ്റുന്നതിന് തടസ്സമില്ലല്ലോ. അപ്പം ജില്ലാ ബാങ്കിന് ഈട് നിൽക്കാൻ തടസ്സമില്ല. കാരണം പ്രാഥമിക ബാങ്കിൻ്റെ അക്കൗണ്ട് മുഴുവൻ ജില്ലാ ബാങ്കിലാണ്. ജില്ലാ ബാങ്കിൽ പണമുണ്ട്. അതിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ ഉറപ്പിൽ ഈ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനാവും. സ്വകാര്യ സ്ഥാപനങ്ങളുമായി ചർച്ച ചെയ്യണം. അത് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്.
സ്വകാര്യ സ്ഥാപനങ്ങളുമായും ചർച്ച ചെയ്ത് ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞാൽ ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താനാവും. ഇതുപോലെ ഇപ്പോൾ വിവാഹ ആവശ്യത്തിന് സ്വർണം എടുക്കണം, പ്രൈമറി ബാങ്കിൻ്റെ ആശുപത്രി, ഇത്തരം കേസുകളിൽ വിവാഹ ആവശ്യം, ആശുപത്രി, ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന പ്രൈമറി ബാങ്കിൻ്റെ നിക്ഷേപങ്ങൾ ജില്ലാ ബാങ്കിലാണുള്ളത് എന്നുള്ളതുകൊണ്ട് ആ നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനങ്ങളുമായി ഒരു ധാരണയുണ്ടാക്കി ഈ നിക്ഷേപത്തിൽ അധികരിക്കാത്ത സംഖ്യ ജില്ലാ ബാങ്കിന് ആ സ്ഥാപനത്തിലേക്ക് കൊടുക്കാൻ കഴിയുന്ന നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. അത് ക്യാബിനറ്റ് പരിശോധിക്കും. തീർച്ചയായും ചേംബർ ഓഫ് കോമേഴ്സും ഇതിന് തയ്യാറുള്ള സംഘടനകളും സ്ഥാപനങ്ങളുമായി, വിവിധ സ്ഥാപനങ്ങളുണ്ട്, ആ സ്ഥാപനങ്ങളുമായി ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. ഗവൺമെൻറ് തന്നെ മുൻകൈ എടുക്കുക. ആദ്യം ഗവൺമെൻറ് ഉടമസ്ഥയുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, കൺസ്യൂമർ ഫെഡ്, ഹോർട്ടികോർപ്പ്, അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉൾപ്പെടെ ഗവൺമെൻറ് തന്നെ മുൻകൈ എടുക്കാം. സംസ്ഥാന തലത്തിൽ ഇത്തരം തയ്യാറുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കും ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ യോഗത്തിലുണ്ടായിട്ടുള്ളത്. ഈ നിർദ്ദേശങ്ങളൊക്കെ ക്യാബിനറ്റ് പരിശോധിക്കും. തീർച്ചയായും പ്രാഥമിക ബാങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ പണമുണ്ട്, പക്ഷേ എനിക്ക് പിൻവലിക്കുന്നതിന് പ്രാഥമിക ബാങ്കിൽ ഇപ്പോൾ സൗകര്യമില്ല. പ്രാഥമിക ബാങ്കിന് ജില്ലാ ബാങ്കിൽ നിന്ന് ആകെ പിൻവലിക്കാൻ കഴിയുന്ന ഇപ്പോൾ ഒരു വ്യക്തിക്ക് പിൻവലിക്കാവുന്ന സംഖ്യ മാത്രമുള്ളൂ. അല്ല, അതിനാവശ്യമായൊരു കാർഡ് ഉണ്ടാക്കി കൊടുക്കാവുന്നൊരു സംവിധാനം, അതിന് വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്ന സംവിധാനം ഏർപ്പെടുത്തി ഉപയോഗിച്ചതിന് ശേഷം അത് ക്ലെയിം ചെയ്യുന്നു ജില്ലാ ബാങ്കിലേക്ക്. അതിൻ്റെ ഭാഗമായി ജില്ലാ ബാങ്ക് ഈ അക്കൗണ്ടിൻ്റെ സുരക്ഷിതത്തിൻ്റെ ഉറപ്പിൽ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കുന്നു എന്നുള്ള നിർദ്ദേശമാണ് ഉണ്ടായിട്ടുള്ളത്. കുറയും. ജില്ലാ ബാങ്കാണ് സ്ഥാപനത്തിന് കൊടുക്കുക, സ്ഥാപനത്തിന് ജില്ലാ ബാങ്ക് കൊടുക്കും എന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു. അതിൻ്റെ പ്രായോഗികമായ നടത്തിപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഗൗരവമായ ആലോചനയുണ്ട്. ആ നിർദ്ദേശമാണ് വന്നിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ പൊതു ഉടമസ്ഥയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആദ്യഘട്ടത്തിൽ ഞങ്ങൾ ആലോചിക്കുന്നത്. പരസ്പര സഹകരണത്തിൻ്റെ ഭാഗമായി സഹകരണ മേഖലയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി നിയമവിധേയമായി. ഇല്ലല്ലോ, ഞങ്ങളിപ്പോൾ നിയമസഭ ചേരാൻ വേണ്ടി 3 ദിവസം നോട്ടീസ് വെച്ച് 22-ാം തീയതി നിയമസഭ ചേരുകയല്ലേ. അപ്പോൾ ക്യാബിനറ്റിൽ ഈ കാര്യം വരണമെങ്കിൽ അധികം താമസമില്ലാതെ തന്നെ ചെയ്യാൻ ഞങ്ങൾക്കാവും. വൈകിപ്പോയില്ലല്ലോ, ഞങ്ങൾ നിയമാനുസരണം ഇതിനാവശ്യമായ ഇളവുകൾ കിട്ടും. 8-ാം തീയതി ഈ നിലവിലുള്ള 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ വാങ്ങിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇടപെട്ടു. അതിൻ്റെ ഭാഗമായി 10-ാം തീയതി ഇത് വാങ്ങിക്കാം എന്നുള്ള തീരുമാനം വന്നു. അതൊരു ഇടപെടലാണ്. നിയമവിധേയമായിട്ട് ഈ കാര്യം ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെ കൂടി വിശ്വാസത്തിലെടുത്ത് സഹകരണ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ ജില്ലാ ബാങ്കുകൾക്കും നിയമവിധേയമായിട്ടല്ലേ പ്രവർത്തിക്കാൻ കഴിയും. ആ രീതിയിലെല്ലാമുള്ള ഇടപെടലുകൾ നടത്തിയതിന് ശേഷമാണ് പ്രശ്നം രൂക്ഷമാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടായപ്പോഴാണ് സ്വാഭാവികമായും ഇളവുകൾ കിട്ടും എന്നല്ലേ പ്രതീക്ഷിച്ചിരുന്നത് കേരളത്തിലാകെ. അത് ലഭ്യമാകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ. സിവിൽ സപ്ലൈസിനുണ്ട്, മറ്റ് സ്ഥാപനങ്ങൾക്കുണ്ട്. പട്ടികജാതി ഫെഡറേഷന് പെട്രോൾ പമ്പ് ഉണ്ട്, സർക്കാരിൻ്റെ ഉടമസ്ഥയിലാണ്. ചില സഹകരണ സ്ഥാപനങ്ങൾ പെട്രോൾ പമ്പ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ജില്ലാ ബാങ്കുകൾ ആലോചിച്ചിട്ടുള്ളത് അവർ നിയമപരമായി അവർക്ക് തന്നെ നിയമപരമായി അനുവദിക്കേണ്ട സൗകര്യങ്ങളുണ്ടല്ലോ. റിസർവ് ബാങ്കിൻ്റെ ലൈസൻസിന് വിധേയമായി സാമ്പത്തിക ഇടപാടുകൾ നടത്താം എന്നുള്ള നിയമത്തിൻ്റെ വയലേഷൻ നടത്തിയിരിക്കുന്നു. അതിനെതിരായിട്ടുള്ള നിയമ നടപടികളിലേക്ക് അവർ പോകുന്നു. അല്ല, അത് കോടതിയല്ലേ പറയേണ്ടത്. ഞങ്ങളതിന് ചോദ്യം ചെയ്യും. നിയമപരമായ സാധ്യതകളുണ്ടെന്നാണ് ഞങ്ങൾ കാണുന്നത്. ആദായ നികുതി വകുപ്പിൻ്റെ പ്രശ്നവും ആദായ നികുതി വകുപ്പിൻ്റെയും ഈ പ്രശ്നവും രണ്ടും രണ്ടാണ്. ജില്ലാ ബാങ്കുകൾക്ക് നിയമവിധേയമായി പ്രവർത്തിക്കാൻ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ അനുമതി ഉണ്ടായിരിക്കുക, ആ അനുമതി നിഷേധിക്കുന്നു പറഞ്ഞാൽ നീതി നിഷേധത്തിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പോകുന്നത്. മറ്റത് ആദായ നികുതി വകുപ്പ് പരിശോധിക്കട്ടെ. ആരാണ് എതിർത്തിട്ടുള്ളത്? ഗവൺമെൻറ് നിലപാടാണ് ഞാൻ പറയുന്നത്. ആദായ നികുതി വകുപ്പിൻ്റെ നിയമാനുസരണമുള്ള ഒരു പരിശോധനയ്ക്കും
കള്ളപ്പണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശോധനയ്ക്ക് ഞങ്ങൾ എതിര് നിന്നിട്ടില്ല. അത് വേറെ, ഇത് വ്യക്തിയുടേതാണ് ഞാൻ പറഞ്ഞത്. ഇവർ മുമ്പുണ്ടായിരുന്ന നെഹ്റുവിൻ്റെ കാലം മുതലുണ്ടായിരുന്ന സഹകരണ ബാങ്ക് നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ്സിലെ ലാഭത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന നികുതിയുടെ സംരക്ഷണം മുമ്പ് ലഭിച്ചുകൊണ്ടിരുന്നത് അത് ഈ 2007-ലോ 2008-ലോ ധനബില്ലിൻ്റെ ഭാഗമായി പിൻവലിക്കപ്പെട്ടതിനെ തുടർന്ന് സഹകരണ സംഘങ്ങൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അത് ഇതുമായി കൂട്ടിച്ചേർക്കരുത്. വ്യക്തിയുടെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഞങ്ങൾ KYC നോംസ് അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഏതെങ്കിലും സ്ഥലത്ത് ഒരു സ്ഥലത്തുണ്ടോ ആ പ്രശ്നം പറയുന്നതിന് പകരം ആദായ നികുതി കൊടുക്കാതെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടക്കുന്നത് എന്ന തെറ്റായ പ്രചാരവേല കേരളത്തിൽ കേന്ദ്ര ഭരണകക്ഷി നടത്തുന്നു. അത് രാജ്യത്ത് സഹകരണ പ്രസ്ഥാനങ്ങളിൽ എന്തോ മോശപ്പെട്ട പണി നടക്കുന്നു എന്നുള്ള വ്യാപകമായ പ്രചാരവേലയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇല്ലല്ലോ. ഈ കേസിൻ്റെ കാര്യത്തിൽ ഞാനത് പറഞ്ഞു, രണ്ടിനെയും കൂട്ടി അണക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ ഇന്ന കാര്യത്തിനാണ്. വല്ലാത്ത പ്രശ്നമാണ്. അതും സർക്കാർ ആലോചിക്കും. കാരണം ഈ ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിൻ്റെ കാരണക്കാർ ലോൺ എടുത്ത ആളുകളല്ല. ഇപ്പോൾ അതുമാത്രമല്ലല്ലോ, ഇപ്പോൾ നെല്ലെടുക്കണ സിംഗ് പൈസ കൊടുക്കാൻ കഴിയില്ല, മറ്റു വായ്പകൾ കൃഷി കൊടുക്കാൻ കഴിയില്ല. അത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, രാജ്യത്തിൻ്റെ ആകെ പ്രശ്നമാണ്. കാർഷിക മേഖല സ്തംഭിക്കാൻ പോവുകയാണ്. തീർച്ചയായും സഹകരണ മന്ത്രിയുടെ വാർത്താ സമ്മേളനം പുരോഗമിക്കുകയാണ്.